ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ചരിത്രം ഒരു കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഈ ഒരു വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് അല്ലെങ്കിൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർ ദയവായി ആ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, പരിശോധിക്കുക. എനിക്ക് ഉറപ്പുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുള്ള ആളുകൾ മാത്രമായിരിക്കും ഈ ഒരു എപ്പിസോഡ് കാണുക. കാരണം ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഏകദേശം 50 മിനിറ്റോളം ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടിട്ട് രണ്ടാം എപ്പിസോഡിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിനോട് വലിയ താല്പര്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ചരിത്ര സീരീസിനോട് തന്നെ നിങ്ങൾക്കൊരു താല്പര്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഞാൻ തരികയാണ്. ആ ഡിസ്കൗണ്ട് സ്വന്തമാക്കാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ മെയിലിലൂടെയോ എനിക്ക് WW1 എന്ന് ഒരു മെസ്സേജ് അയയ്ക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സിലൂടെ നിങ്ങൾക്ക് ഒരു പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന സകല കോണ്ടൻറ്റും മനഃപ്പാഠമാക്കാൻ സാധിക്കുന്നതാണ്. 50 അക്കമോ 100 അക്കമോ ഒക്കെയുള്ള വലിയ സംഖ്യകൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഓർത്തു വെച്ച് പിന്നീട് അത് റീകോൾ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിലുള്ള 25ഓളം വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് അത് ഈസി ആയിട്ട് പഠിക്കാനും ഓർത്തു വയ്ക്കാനും സാധിക്കുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, പരിശോധിക്കുക. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചിട്ട് 5 മാസങ്ങൾ പിന്നിടുന്നു. അടുത്ത ഒരു വർഷം ആരംഭിക്കുകയാണ് 1915. ഇപ്പോൾ തന്നെ 10 ലക്ഷത്തോളം പട്ടാളക്കാരാണ് മരണമടഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്ന രാജ്യം ജർമ്മനിയാണ്. ജർമ്മനിയോട് കൊമ്പ് കോർക്കാൻ ആർക്കും സാധിക്കുന്നില്ല. കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് ബ്രിട്ടന് മാത്രമാണ്. എങ്കിൽ പോലും വലിയ രീതിയിലുള്ള തിരിച്ചടി ബ്രിട്ടന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുമുണ്ട്. പക്ഷേ ജർമ്മനിയോടൊപ്പം പ്രവർത്തിക്കുന്ന അവരുടെ സഖ്യരാജ്യമായ ഓസ്ട്രോ ഹംഗേറിയന് വലിയ രീതിയിലുള്ള തിരിച്ചടികളാണ് നേരിടേണ്ടി വരുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ ജർമ്മനിയേക്കാൾ ശക്തമായിട്ടുള്ള ഒരു രാജ്യമാണെന്നായിരുന്നു ആ യുദ്ധത്തിന് തൊട്ട് മുൻപ് വരെ കരുതിയിരുന്നത്. എന്നാൽ യുദ്ധം ആരംഭിച്ചപ്പോൾ എല്ലാം തലകുത്തനെ മറഞ്ഞു. ജർമ്മനി ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറി. എല്ലാവരും ജർമ്മനിയെ ഭയന്നാണ് ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. ജർമ്മനി ഓരോ രാജ്യങ്ങളെയും ക്രൂരമായ രീതിയിലാണ് നേരിടുന്നത്. പട്ടാളക്കാരെ കൊല്ലുന്നത് നമുക്കൊരു പരിധിവരെ മനസ്സിലാക്കാം, അത് യുദ്ധത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിനെ കൊല്ലുന്നതോ? കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു, ബ്രിട്ടൻ്റെ പലവിധ പോർട്ടുകളിൽ ജർമ്മനി വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുകയും ധാരാളം സിവിലിയൻസ് മരണമടയുകയും ചെയ്തിരുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും ജർമ്മനി അത് അവസാനിപ്പിക്കുന്നില്ല. വീണ്ടും സിവിലിയൻസിനെ വകവരുത്താൻ അവർ തുനിഞ്ഞിറങ്ങി. 1915 ജനുവരി മാസം 19 സെപ്പലിൻസ് എന്ന പേരുള്ള വിമാനങ്ങളാണ് അവർ രംഗത്തിറക്കിയത്. ആ കാലഘട്ടത്തിൽ വിമാനങ്ങളുണ്ട്, പക്ഷേ വിമാനങ്ങൾ അത്ര ശക്തമായിട്ട് ഉയർന്നു വന്നിട്ടുമില്ല. 1903 മാത്രമാണ് റൈറ്റ് ബ്രദേഴ്സ് ആദ്യത്തെ പരീക്ഷണ പറക്കൽ നടത്തിയത്, ആദ്യത്തെ വിമാനം വികസിപ്പിച്ചെടുത്തത്. പക്ഷേ ജർമ്മനി ഈ വിമാനം ഉപയോഗിക്കുന്നതിന് മുൻപ് തന്നെ വിമാനം യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 1912 നടന്ന ഇറ്റാലിയാനോ ടർക്കിഷ് യുദ്ധത്തിലാണ് വിമാനം ഉപയോഗിച്ചത്. എന്നാൽ 1-2 പേർക്ക് മാത്രമേ ഈ വിമാനത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരുപാട് ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഈ വിമാനം ഉപയോഗിച്ചിട്ട് അധിക ഭാരമൊന്നുമില്ലാത്ത ബോംബുകൾ വർഷിക്കാൻ സാധിക്കും. ജർമ്മനിയുടെ പദ്ധതിയും അതുതന്നെയാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണ്, ബ്രിട്ടൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവരുടെ നാവികപ്പടയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള നാവികപ്പട അവർക്കാണുള്ളത്. ആ പടയെ നശിപ്പിക്കണമെങ്കിൽ ആ പടയുടെയൊക്കെ ബേസിൻ നശിപ്പിക്കണം, പോർട്ടുകൾ നശിപ്പിക്കണം. എന്നാൽ പോർട്ടുകൾ നശിപ്പിക്കുമ്പോൾ അവിടെ ഒരുപാട് സിവിലിയൻസ് ഉണ്ടായിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്ത് സിവിലിയൻസ് ഉണ്ടായിരിക്കുന്നതാണ്. സിവിലിയൻസ് മരണമടയും. ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് സെപ്ലിൻ എന്ന വിമാനങ്ങൾ അവിടേക്ക് അയക്കുന്നത്. ആ വിമാനങ്ങൾ പ്രധാനമായിട്ടും ആക്രമിച്ചത് 2 പോർട്ടുകളെയാണ്, പോർട്ട് ഓഫ് കിങ്സ് ലൈനും പോർട്ട് ഓഫ് ഗ്രേറ്റ് യാർഡ് മൗത്തും. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള അനേകം ആളുകൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ബ്രിട്ടൻ്റെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടായിട്ടുള്ള നാവികപ്പട വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ജർമ്മനിക്ക് ബ്രിട്ടനെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നതാണ്. ബ്രിട്ടനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ബ്രിട്ടൻ്റെ അധീനതയിലുള്ള പല രാജ്യങ്ങളും ജർമ്മനിയുടെ അണ്ടറിലായി മാറും.
അങ്ങനെയാണെങ്കിൽ ഇന്ത്യ പോലും ആ കാലഘട്ടത്തിൽ ജർമ്മനിയുടെ അണ്ടറിലായി മാറിയേനെ. പക്ഷേ അവിടെ ഒരു വലിയ ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ രഹസ്യ സ്വഭാവമുള്ള ഒരു മുറി അല്ലെങ്കിൽ ഒരു കെട്ടിടം ബ്രിട്ടൻ ഉണ്ടായിരുന്നു. മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ശത്രു രാജ്യങ്ങൾ അയക്കുന്ന റേഡിയോ സന്ദേശങ്ങൾ ചോർത്തിയെടുത്ത് അത് ഡീകോഡ് ചെയ്യുകയാണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം. കൃത്യമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ തന്നെ റൂം 40 എന്ന പേരിൽ അറിയപ്പെടുന്ന ആ റേഡിയോ ഇൻ്റലിജൻസിന് ഒരു സന്ദേശം കിട്ടി. കേട്ടപ്പോൾ അവർക്ക് ആദ്യം മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം അവരുപയോഗിക്കുന്ന ഭാഷയല്ല, ജർമ്മൻ ഭാഷയാണ്. ആ ജർമ്മൻ ഭാഷയിൽ ഒരു ആജ്ഞയാണ് കൊടുക്കുന്നത്, കുറേ ജർമ്മൻ കപ്പലുകൾക്ക് കൊടുക്കുന്ന സന്ദേശം. ആ സന്ദേശം അനുസരിച്ച് ബ്രിട്ടൻ്റെ നിശ്ചയിച്ച ചില സ്ഥലങ്ങളിൽ ആക്രമിക്കണം, എപ്പോൾ ആക്രമിക്കണം, എത്ര കപ്പലുകൾ അവിടേക്ക് പോകണം, എന്തൊക്കെ യുദ്ധക്കോപ്പുകൾ കരുതണമെന്നുള്ള വ്യക്തമായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഈ സന്ദേശത്തിൽ ഉണ്ടായിരുന്നു. ബ്രിട്ടന് ഇത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം ജർമ്മനിയുടെ എത്രത്തോളം കപ്പലുകൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ എത്തിച്ചേരുമെന്ന് ഇപ്പോൾ അവർക്ക് കൃത്യമായിട്ടറിയാം. ജർമ്മനിയുടെ ആ സന്ദേശം അനുസരിച്ച് ഡോഗർ ബാങ്ക് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്തിന് അരികിലൂടെ ആയിരിക്കും ജർമ്മനിയുടെ കപ്പലുകൾ പോവുക. അവിടേക്ക് ബ്രിട്ടൻ നിരവധി കപ്പലുകളെ അയച്ചു. ജർമ്മനി എത്രമാത്രം കപ്പലുകളെയാണ് അയക്കുന്നതെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ അതിനേക്കാളൊക്കെ ഒരുപാട് ഇരട്ടി വരുന്ന നിരവധി കപ്പലുകളെയാണ് ഡോഗർ ബാങ്കിൻ്റെ അരികിലേക്ക് അയക്കുന്നത്. ഡോഗർ ബാങ്കിൽ നടന്നിട്ടുള്ള യുദ്ധമായതുകൊണ്ട് തന്നെ ഈ യുദ്ധം അറിയപ്പെടുന്നത് ബാറ്റിൽ ഓഫ് ഡോഗർ ബാങ്ക് എന്ന പേരിലാണ്. പ്രതീക്ഷിച്ച സമയം കഴിഞ്ഞു, എന്നിട്ടും ജർമ്മനിയുടെ കപ്പലുകൾ അവിടെ എത്തിച്ചേരുന്നില്ല. പക്ഷേ ബ്രിട്ടന് വ്യക്തമായിട്ട് തന്നെ അറിയാം, കുറച്ച് വൈകിയാലും ആ കപ്പലുകൾ ഇവിടെ എത്തിച്ചേരും. കപ്പലുകൾ വൈകുക എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. പല രീതിയിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കാം, ആ കപ്പലുകളിൽ എന്തെങ്കിലുമൊക്കെ തകരാറുകൾ സംഭവിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ എല്ലാ കപ്പലുകളും ഒരേപോലെ തന്നെയാണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരേപോലെ സിങ്ക്രണസ് ആയിട്ട് വരുന്നത് കാരണവും ഡിലേ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ബ്രിട്ടൻ കൂട്ടാക്കിയില്ല. അവർ ഡോഗർ ബാങ്കിന് സമീപം തന്നെ നിലയുറപ്പിച്ചു നിന്നു. കുറേ കഴിഞ്ഞപ്പോൾ അങ്ങ് അകലെ 3-4 ചെറിയ ചെറിയ കല്ലുകൾ പോലെ, പൊട്ടുകൾ പോലെ തോന്നിപ്പിക്കുന്ന വസ്തുക്കൾ പൊങ്ങി വന്നു. അത് മറ്റൊന്നുമല്ല, ജർമ്മനിയുടെ കപ്പലുകളാണ്. ജർമ്മനിക്കും അബദ്ധം മണത്തു. അവർ പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ. അവർ കരുതിയിരുന്നത് ഈ റൂട്ടിൽ ഒരു രീതിയിലുള്ള കപ്പലുകളും കാണില്ലെന്നാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും കപ്പലുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് 1-2 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ അവരെ മുക്കിക്കൊല്ലാൻ ജർമ്മനിയുടെ ഈ വലിയ സഖ്യത്തിന് സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴവിടെ കാണുന്നത് അനേകം ബ്രിട്ടീഷ് കപ്പലുകളാണ്. അപകടം മണത്തോടുകൂടി ജർമ്മനിയുടെ കപ്പലുകളെല്ലാം തിരികെ അവരുടെ നാട്ടിലേക്ക് തന്നെ പുറപ്പെടാൻ തീരുമാനിച്ചു. കപ്പലുകൾ തിരിഞ്ഞ് വന്ന റൂട്ടിലൂടെ മടങ്ങിപ്പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഈ കാലഘട്ടത്തിലുള്ള കപ്പലിനോടൊന്നും അതിനെ താരതമ്യപ്പെടുത്താൻ പോലും സാധിക്കുകയില്ല. കാരണം വർഷങ്ങൾക്ക് മുൻപുള്ള, ഏകദേശം 100-ലധികം വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ്. ജർമ്മനി കപ്പലുകൾ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് യാത്ര ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ ആദ്യത്തെ പ്രഹരം സംഭവിച്ചു. അപ്പോഴേക്കും ബ്രിട്ടൻ്റെ കപ്പലുകൾ അവരുടെ വളരെ അരികിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് കപ്പലുകളിൽ നിന്നും നിരവധി പീരങ്കി ഉണ്ടകൾ ജർമ്മനിയുടെ കപ്പലുകളിൽ വന്ന് പതിച്ചു. അത് കൂട്ടാക്കാതെ അവർ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്, ജർമ്മനി ലക്ഷ്യമാക്കി സഞ്ചരിക്കുകയാണ്. കുറച്ചൊക്കെ കേടുപാടുകൾ സംഭവിച്ചാൽ പോലും ഇവർക്ക് ഇവിടെ നിന്നും യാത്ര ചെയ്ത് ജർമ്മനിയിലെത്താൻ സാധിക്കും. കാരണം വലിയ ദൂരമൊന്നുമില്ല ഇവിടുന്ന് അവരുടെ സ്വന്തം നാട്ടിലേക്ക്. ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ അതിവേഗതയിൽ അവർ ജർമ്മനിയിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു. പക്ഷേ ബ്ലച്ചർ എന്നു പേരുള്ള ജർമ്മനിയുടെ ഒരു കപ്പലിനേറ്റ പരിക്കുകൾ അത് ഗുരുതരമായിരുന്നു. അതിന് അതിവേഗം സഞ്ചരിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടായി. അതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് കപ്പലുകൾ ബ്ലച്ചറിനെ ലക്ഷ്യം വെച്ച് കൂടുതലായിട്ട് പീരങ്കി ഉണ്ടകൾ അയക്കാൻ തുടങ്ങി. ബ്ലച്ചർ പതിയെ പതിയെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്തുടങ്ങി. അഡ്മിറലിൻ്റെ ഭാഗത്തു നിന്നും ഒരു നിർദ്ദേശമുണ്ടായി, ബോംബിംഗ് കണ്ടിന്യൂ ചെയ്യണം. പക്ഷേ അതൊരു മിസ്കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ശരിക്കും ആ ബ്രിട്ടീഷ് അഡ്മിറൽ ഉദ്ദേശിച്ചത് സകല ബോട്ടുകളെ നശിപ്പിക്കുന്ന രീതിയിൽ ബോംബിംഗ് കണ്ടിന്യൂ ചെയ്യണമെന്നാണ്. എന്നാൽ ഓരോ കപ്പലുകളിലും ഉണ്ടായിരുന്ന കപ്പിത്താന്മാർ കരുതിയത് തങ്ങൾ ഇപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യം കണ്ടിന്യൂ ചെയ്യാനാണ് അഡ്മിറൽ ഇപ്പോൾ ഓർഡർ നൽകിയതെന്നാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ ബ്ലച്ചറിനെ തന്നെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരുന്നു. ബ്ലച്ചർ പൂർണ്ണമായിട്ടും മുങ്ങി. കാരണം അവിടെ ഉണ്ടായിരുന്ന സകല കപ്പലുകളെ നശിപ്പിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ബ്രിട്ടന് കിട്ടിയത്. പക്ഷേ അവരത് നശിപ്പിച്ചു കളഞ്ഞു. എങ്കിൽ പോലും
ഇത് ബ്രിട്ടൻ്റെ വിജയമായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കും. കാരണം ജർമ്മനി ബ്രിട്ടനിലെ അനവധി പോർട്ടുകൾ നശിപ്പിക്കാൻ വേണ്ടി അയച്ച കപ്പലുകളാണ്. അത് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ബ്ലച്ചർ എന്ന് പറയുന്ന ഒരു കപ്പലും സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയി. ബ്രിട്ടീഷ് നാവികസേനയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു മൊറൈൽ ബൂസ്റ്റാണ് ഈ ഒരു സംഭവം സമ്മാനിച്ചത്. അതിനെ തുടർന്ന് അവർ വീണ്ടും ഒരു സമുദ്ര ബ്ലോക്കേഡ് കൊണ്ടുവന്നു. ജർമ്മനിയിലേക്ക് ഒരു വ്യാപാര കപ്പലുകളും അവർ അടുപ്പിക്കാതെയായി. എന്നാൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചുള്ളൂ. കാരണം ജർമ്മനി കുറച്ചുകൂടെ ക്രൂരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് നടത്താൻ ശ്രമിക്കുന്നത്. അവർ ഒരു വലിയ പ്രഖ്യാപനം നടത്തി. ബ്രിട്ടനിലേക്ക് ഒരു രീതിയിലുള്ള കപ്പലുകളും എത്തിക്കൂടാ. അതിപ്പോൾ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്ന കപ്പലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കപ്പലാണെങ്കിലും അത് UK പരിസരത്ത് പോലും എത്തിച്ചേരാൻ പാടില്ല. അങ്ങനെ എത്തിച്ചേരുകയാണെങ്കിൽ ഒരു രീതിയിലുള്ള വാർണിംഗും ഇല്ലാതെ അവരുടെ ബോട്ട് ഉപയോഗിച്ച് ടോർപിഡോകൾ വർഷിക്കുന്നതാണ്. ടോർപിഡോ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ്. അത് സമുദ്രത്തിൻ്റെ അടിയിലൂടെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വലിയ മിസൈലുകളാണ്. ആ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ടോർപിഡോ ഉണ്ടാക്കിയെടുത്തതും ഉപയോഗിച്ചതുമൊക്കെ ജർമ്മനിയാണ്. മറ്റൊരു രാജ്യത്തിൻ്റെ പക്കലും ഈ ഒരു സാങ്കേതിക വിദ്യയില്ല. അത്തരത്തിലുള്ളൊരു വാർണിംഗ് വന്നത് ശരിക്കും പറഞ്ഞാൽ UK വലിയ രീതിയിൽ തന്നെ തളർത്തി. അങ്ങോട്ട് ഒരു രീതിയിലുള്ള ട്രേഡ് നടക്കാതെയായി. കാരണം ഈ ടോർപിഡോ സാധാരണ രീതിയിലുള്ള ഒരു ആക്രമണമല്ല. സമുദ്രത്തിൻ്റെ അടിയിലൂടെ ആയതുകൊണ്ട് തന്നെ ആക്രമണം നടക്കുന്നതിന് മുമ്പ് ഒരു സൂചന പോലും നമുക്ക് കിട്ടില്ല. ബ്രിട്ടീഷുകാർ കുറച്ചുകൂടെ മാന്യമായ രീതിയിലാണ് ബ്ലോക്കേഡ് നടപ്പിലാക്കിയത്. ജർമ്മനിക്ക് അരികിലേക്ക് ഏതെങ്കിലും ഒരു ട്രേഡ് ഷിപ്പ് വല്ലതും വരികയാണെങ്കിൽ ബ്രിട്ടൻ അവർക്കൊരു വാർണിംഗ് കൊടുക്കും. നിങ്ങളുടെ സഞ്ചാരപാത മാറ്റി നിങ്ങൾ തിരിച്ചു പോകേണ്ടതാണ്, ജർമ്മനിയിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല എന്നുള്ള വാർണിംഗ് കൊടുക്കും. ജർമ്മനി പോലുള്ള ഒരു രാജ്യമല്ല ബ്രിട്ടൻ. ബ്രിട്ടൻ പൂർണ്ണമായിട്ടും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഐലൻഡ് രാജ്യമാണ്. അവർക്ക് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ധാന്യമണികൾ മതിയാവുകയില്ല അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ. മറ്റു രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് കോളനികളിൽ നിന്ന് ട്രേഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് കപ്പലുകൾ ഇവിടെ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് കാര്യമായിട്ട് നടക്കുന്നില്ല. ജർമ്മനിക്ക് ഇതൊരു വലിയ പ്രശ്നമല്ല, പ്രശ്നമൊക്കെ തന്നെയാണ്. പക്ഷേ ജർമ്മനി ഓസ്ട്രോ ഹംഗേറിയനുമായിട്ട് ഒരു അതിർത്തി പങ്കിടുന്നുണ്ട്, ഒരു വലിയ അതിർത്തിയാണ്. അപ്പോൾ ഓസ്ട്രോ ഹംഗേറിയിൽ നിന്ന് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ ജർമ്മനി ഒരു വലിയ രാജ്യമാണ്, UK പോലുള്ള ഒരു രാജ്യമല്ല ആ കാലഘട്ടത്തിൽ. ഇപ്പോഴുള്ള ജർമ്മനിയുടെ വലുപ്പവുമായിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തരുത്. അന്നത്തെ ജർമ്മനി എന്ന് പറയുമ്പോൾ അതിൽ പോളണ്ടൊക്കെ ഒരു ഭാഗമാണ്. അത്തരത്തിലുള്ള ജർമ്മനിക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ തന്നെ കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ യുദ്ധത്തിന് വേണ്ടി വരുന്ന ചില കാര്യങ്ങളും പിന്നെ എണ്ണയും മറ്റ് സാധനങ്ങളും ഒക്കെയാണ് അവർക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നത്. ജർമ്മനിക്ക് മറ്റ് രാജ്യങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചു. പക്ഷേ ഒരു വലിയ പ്രശ്നം അപ്പോഴുമുണ്ട്. അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഓസ്ട്രോ ഹംഗേറിയന് യുദ്ധം തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ കനത്ത പരാജയങ്ങൾ മാത്രമാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. തീർത്തും ദുർബലമായിട്ടുള്ള ഒരു ചെറിയ ശക്തിയായിട്ടുള്ള സെർബിയയുടെ കയ്യിൽ നിന്നും 2 തവണ അവർക്ക് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. നിലവിൽ ഓസ്ട്രോ ഹംഗേറിയൻ റഷ്യയുമായിട്ട് അവരുടെ കിഴക്കൻ ബോർഡറുകളിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധങ്ങളിലൊക്കെ വിജയിക്കുന്നത് റഷ്യയാണ്. ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓസ്ട്രോ ഹംഗേറിയനെ സംരക്ഷിക്കുക എന്നത് ജർമ്മനിയുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അവരുടെ എല്ലാ അലയൻസും ഒരുപോലെ തന്നെ മികച്ചു നിന്നാൽ മാത്രമേ അവർക്ക് ഈ ലോകത്തെ അടക്കി ഭരിക്കാൻ സാധിക്കുകയുള്ളൂ. ഓസ്ട്രോ ഹംഗേറിയന് ഒരു ശക്തി കൊടുക്കണം. ആ ശക്തി കൊടുക്കാൻ ഒരു മാർഗമുണ്ട്. അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന റഷ്യയുടെ ശക്തി ഒന്ന് ചോർത്തിയാൽ മതി. അങ്ങനെ ശക്തി ചോർത്താൻ എന്താണ് ചെയ്യേണ്ടത്? റഷ്യയുടെയും ജർമ്മനിയുടെയും അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് റഷ്യയ്ക്ക് ഒരു കനത്ത തിരിച്ചടി സമ്മാനിക്കുക, ഒരു വലിയ യുദ്ധം. അങ്ങനെ ഒരു വലിയ യുദ്ധം നടക്കുകയാണെങ്കിൽ ഓസ്ട്രോ ഹംഗേറിയനിൽ നിരവധി യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റഷ്യയുടെ കുറേയധികം പട്ടാളക്കാർക്ക് അവിടെ നിന്നും ജർമ്മൻ ബോർഡറിൽ വിന്യസിക്കേണ്ടി വരും. അപ്പോൾ അവിടെ ഓസ്ട്രോ ഹംഗേറിയന് ഒരു മേൽക്കൈ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് 1915 ഫെബ്രുവരി മാസം 7-ാം തീയതി സെക്കൻഡ് ബാറ്റിൽ ഓഫ് മസൂറിയൻ ലേക്ക് ആരംഭിക്കുന്നത്. റഷ്യ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അത്രയും വലിയൊരു സേന അവരെ ആക്രമിക്കാൻ ആ ഘട്ടത്തിൽ വരുമെന്ന്. ജർമ്മനി ഒരൊറ്റ ഡിറക്ഷനിലൂടെ അല്ല റഷ്യയെ അവിടെ ആക്രമിക്കാനായിട്ട് പോയത്. അവർ 2 സേനകളായിട്ട് പിരിഞ്ഞു. 2 സേനകൾ വ്യത്യസ്തമായിട്ടുള്ള ഡിറക്ഷനിൽ സഞ്ചരിച്ചു. റഷ്യയുടെ സകല ഡിറക്ഷനിലൂടെയും, അല്ലെങ്കിൽ റഷ്യയുടെ ആ പ്രദേശത്ത് നിൽക്കുന്ന പട്ടാളക്കാരുടെ
സകല ഡിറക്ഷനിലൂടെയും ഒരേ സമയം തന്നെ ആക്രമണം അഴിച്ചുവിടാനായിരുന്നു അവരുടെ പദ്ധതി. ആ പദ്ധതി വലിയൊരു വിജയമായിരുന്നു. റഷ്യക്കാർ മരിക്കുന്നത് വരെ അവിടെ പോരാടി. ധീരന്മാരായിട്ടുള്ള പട്ടാളക്കാരായിരുന്നു റഷ്യക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അത് കാര്യമായിട്ടുള്ള ഫലം ചെയ്തില്ല. കാരണം ജർമ്മനിയുടെ മെഷീൻ ഗണ്ണാണ് ലോകത്തിലെ ഏറ്റവും മികച്ച മെഷീൻ ഗൺ. ആ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച മെഷീൻ ഗൺ ജർമ്മനിക്കാണ് ഉണ്ടായിരുന്നത്. എത്ര പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് പ്രവർത്തിക്കും. പക്ഷേ റഷ്യയുടെ കയ്യിലുള്ള ഗണ്ണുകൾ അങ്ങനെയല്ല. വലിയ തണുപ്പുള്ള പ്രദേശമാണ് ഈ മസൂറിയൻ ലേക്സ് എന്നൊക്കെ പറയുന്നത്. ഒരു വനം പ്രദേശമാണെന്ന് പോലും പറയാൻ പറ്റും. ഒരുപാട് മരങ്ങളുണ്ട്, തടാകങ്ങളുണ്ട്. അതിനിടയിൽ ഒരുപാട് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയുമാണ്. ആ മഞ്ഞിനിടയിൽ പലപ്പോഴും റഷ്യയുടെ ഗണ്ണുകൾ പ്രവർത്തനരഹിതമായി. പക്ഷേ ജർമ്മനിയുടെ ഗണ്ണുകൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുമുണ്ടായിരുന്നു. ആ യുദ്ധത്തിൽ റഷ്യയ്ക്ക് കനത്ത വില നൽകേണ്ടി വന്നു. 1,00,000 റഷ്യൻ പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത്. മാത്രമല്ല അത്രയും തന്നെ റഷ്യൻ പട്ടാളക്കാരെ തടവ് പുള്ളികളായിട്ട് ജർമ്മനിക്ക് പിടിച്ചെടുക്കാനും സാധ്യമായി. നമ്മളെ ഞെട്ടിക്കുന്ന കണക്കിതൊന്നുമല്ല. റഷ്യയ്ക്ക് 2,00,000-ഓളം പട്ടാളക്കാരെ നഷ്ടപ്പെട്ടെങ്കിൽ ജർമ്മനിക്ക് നഷ്ടമായത് വെറും 25,000-ഓളം വരുന്ന പട്ടാളക്കാരെയാണ്. അപ്പോൾ എത്രമാത്രം സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു യുദ്ധമാണ് ജർമ്മനി അവിടെ നടപ്പിലാക്കിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജർമ്മനി ഈ യുദ്ധത്തിൽ വിജയിച്ചെങ്കിലും റഷ്യയുടെ ഓസ്ട്രോ ഹംഗേറിയനെതിരെയുള്ള യുദ്ധത്തിന് ഒരു കടിഞ്ഞാണിടാൻ അവരെ കൊണ്ട് സാധിച്ചിരുന്നില്ല. ആ കാലഘട്ടത്തിൽ റഷ്യ വളരെ പ്രശസ്തമായിട്ടുള്ള ഓസ്ട്രോ ഹംഗേറിയനിലെ ഒരു ഫോർട്ട് നഗരം കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു. ഷെമിഷ്യൂൾ എന്നാണ് ആ ഒരു ഫോർട്ട് നഗരത്തിൻ്റെ പേര്. അത് എഴുതുന്നത് അങ്ങനൊന്നുമല്ല, പക്ഷേ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഷെമിഷ്യൂൾ എന്നാണ്. ഈ യുദ്ധം അറിയപ്പെടുന്നത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ഷെമിഷ്യൂൾ എന്നാണ്. ഷെമിഷ്യൂൾ മനോഹരമായിട്ടുള്ള ഒരു നഗരമാണ്. ഏകദേശം 45 സ്ക്വയർ കിലോമീറ്ററാണ് അതിൻ്റെ മൊത്തം ഏരിയ. ആ ഏരിയയ്ക്ക് ചുറ്റുമായിട്ട് വലിയ ഫോർട്ടുകൾ അവർ നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ആക്രമിച്ച് ചെല്ലാനൊന്നും സാധിക്കുകയില്ല. ആ വലിയ പട്ടണത്തിൻ്റെ ഉള്ളിൽ ഏകദേശം 1.25 ലക്ഷത്തോളം വരുന്ന പട്ടാളക്കാരുമുണ്ട്. ഒരുപാട് യുദ്ധക്കോപ്പുകളും അവരുടെ പക്കലുണ്ട്. ഫോർട്ട് കൊണ്ട് ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു നഗരമായതുകൊണ്ട് തന്നെ അതിൻ്റെ പരിസരത്തേക്ക് എത്തിച്ചേരുന്ന പട്ടാളക്കാരെ ഉയരം കൂടിയിട്ടുള്ള ഫോർട്ടിൻ്റെ മുകളിൽ നിന്നും അവർക്ക് ഈസി ആയിട്ട് ആക്രമിച്ച് വകവരുത്താൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ സൈനികർ ഒരു പ്രത്യേക ബോർഡറിന് അപ്പുറത്തേക്ക് കടക്കുന്നില്ല. കാരണം അതിനപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ആ ഫോർട്ടിൻ്റെ റേഞ്ചിൽ വന്ന് പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ എല്ലായ്പ്പോഴും ആ ഒരു പ്രത്യേക റേഞ്ചിന് വെളിയിലാണ് നിലയുറപ്പിക്കുന്നത്. പക്ഷേ റഷ്യൻ പട്ടാളം ഒരു കാര്യത്തിൽ ഉറപ്പുവരുത്തി. ഒരു രീതിയിലുള്ള ട്രേഡ് വാഹനങ്ങളും അല്ലെങ്കിൽ ട്രേഡ് ക്യാരവാനുകളും ആ ഒരു പട്ടണത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. 45 സ്ക്വയർ കിലോമീറ്ററിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ആ ഒരു നഗരത്തിൻ്റെ ഉള്ളിൽ അനവധി ആളുകളുണ്ട്, അനവധി പട്ടാളക്കാരുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ആ ഫോർട്ട് സിറ്റിയുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതല്ല. വെളിയിൽ നിന്നും വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ എത്തിച്ചേരണം. ദിവസങ്ങൾ നീണ്ടുപോയി. 1914 ഒക്ടോബർ മാസത്തിലാണ് ഇത് ആരംഭിച്ചത്. പട്ടിണി കടന്ന് ആളുകൾ മരിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള സകല ആളുകളും മരണമടയും. അതുകൊണ്ട് തന്നെ ഈ ഡിഫൻസ് തുടർന്നുകൊണ്ട് ഒരു കാര്യവുമില്ല, കീഴടങ്ങുക തന്നെ. അങ്ങനെ കീഴടങ്ങാൻ ഷെമിഷ്യൂളിലുള്ള സൈനിക മേധാവി തീരുമാനിച്ചു. പക്ഷേ വെറുതെ അങ്ങ് കീഴടങ്ങാൻ പാടില്ല. കാരണം ഇവിടെ ഒരുപാട് യുദ്ധക്കോപ്പുകളുണ്ട്. കീഴടങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം റഷ്യയ്ക്ക് സ്വന്തമാകും. ആദ്യം അതൊക്കെ നശിപ്പിക്കണം. പിന്നെ ഫോർട്ട് സിറ്റി ആണല്ലോ. ആ ഫോർട്ട് സിറ്റി റഷ്യയുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ഫോർട്ട് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിലുള്ള പ്രത്യേക ഇരിപ്പിടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൂരെയുള്ള സൈനികരെ ആക്രമിക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ സൈനികർക്ക് ഇരിക്കാൻ സാധിക്കുന്ന ഫോർട്ടിൻ്റെ മുകളിലുള്ള ഇരിപ്പിടങ്ങളൊക്കെ അവർ നശിപ്പിച്ചു കളഞ്ഞു. അതെല്ലാം പൂർണ്ണമായിട്ട് നശിച്ചു എന്ന് കണ്ടതിന് ശേഷം മാത്രം അവർ പരാജയം സമ്മതിച്ചു. ഏകദേശം 1.25 ലക്ഷത്തോളം വരുന്ന സൈന്യമാണ് റഷ്യയുടെ മുമ്പിൽ പരാജയപ്പെടുന്നത്. അങ്ങനെ ഷെമിഷ്യൂൾ എന്ന് പറയുന്ന നഗരം റഷ്യയുടെ അണ്ടറിലായി. അത് വെറും ഒരു നഗരം മാത്രമല്ല, ആ നഗരം കൈക്കലാക്കുന്നതിലൂടെ 2 നേട്ടങ്ങളുണ്ട്. ഒന്ന്, റെയിൽ റൂട്ടുകൾ റഷ്യയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും. കാരണം പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ ഈ പ്രസ്റ്റൂളിന് ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു നേട്ടം, റിവർ റൂട്ടുകളും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. റിവർ റൂട്ടും ഇതിൻ്റെ പരിസരത്തുകൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഇതിൻ്റെ ഉള്ളിലൂടെയല്ല കടന്നു പോകുന്നത്, പക്ഷേ ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഫോർട്ടുകൾ സ്ഥിതി ചെയ്യുന്ന പട്ടാളക്കാർക്ക് ആക്രമിക്കാൻ സാധിക്കുന്ന ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് ഈ നദി കടന്നു പോകുന്നത്. ആ നദിയിലൂടെയുള്ള സഞ്ചാരം
റഷ്യയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. ഇത് വലിയ രീതിയിലുള്ളൊരു നേട്ടമാണ് റഷ്യയ്ക്ക് ഓസ്ട്രോ ഹംഗേറിയനിൽ നേടിയെടുക്കാൻ സാധിച്ചത്. 1915 ഒട്ടോമൻ സാമ്രാജ്യം നേരിടേണ്ടി വന്ന പ്രധാനപ്പെട്ട ഒരു യുദ്ധം ഫെബ്രുവരി മാസം 19 ആയിരുന്നു. അന്ന് ആക്രമിക്കുന്നത് ഫ്രാൻസും ബ്രിട്ടനും കൂടെ ചേർന്നിട്ടാണ്. അവർ കുറേയധികം കപ്പലുകളെ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തീരപ്രദേശത്തേക്ക് അയച്ചു. ഡാർഡനെല്ലിസ് എന്ന് പറയുന്ന ഒരു പോർട്ട് ലക്ഷ്യമാക്കിയാണ് അവർ യാത്ര പുറപ്പെട്ടത്. ഈ ഡാർഡനെല്ലിസിൽ നിന്നും അധികം ദൂരമില്ല ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമായിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക്. ഇന്നത് ഇസ്താൻബുൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒട്ടോമൻ സാമ്രാജ്യമില്ല. കാരണം അവിടെയാണ് അവരുടെ ചക്രവർത്തിയും മറ്റ് പരിവാരങ്ങളും ഒക്കെ ഉള്ളത്. ചക്രവർത്തിയും പ്രധാനപ്പെട്ട മന്ത്രിമാരും സൈനികരും ഒക്കെ മരണമടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സാമ്രാജ്യത്തിന് തന്നെ പ്രസക്തിയില്ലല്ലോ. പൂർണ്ണമായിട്ടും ഒട്ടോമൻ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കും. പറയുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നിക്കുമെങ്കിലും അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ അതിശക്തരായിട്ടുള്ള രാജ്യങ്ങൾ തന്നെയാണ്. അവർക്ക് വലിയ സൈനിക വ്യൂഹം തന്നെയുണ്ട്. പക്ഷേ അവർ പഠിച്ച പണി 18 പയറ്റിയിട്ടും ഡാർഡനെല്ലിസിൻ്റെ അടുത്തേക്ക് പോലും എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അവരുടെ കുറേയധികം ഷിപ്പുകൾ മുങ്ങിപ്പോയി. അവശേഷിച്ച ഷിപ്പുകളുമായിട്ട് അവർ അവരുടെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു. ജർമ്മനിയുടെ വെസ്റ്റേൺ ഫ്രണ്ടിലാണ് ഏറ്റവും ശക്തമായിട്ടുള്ള യുദ്ധങ്ങൾ നടക്കുന്നത്. 1914 അങ്ങനെയായിരുന്നു, 15 അങ്ങനെയാണ്. അവിടെ ഒരു രാജ്യത്തിനും ഒരു വലിയ ഏരിയ ഒന്നും പിടിച്ചടക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം അവിടെയുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ട്രെൻഡ് സിസ്റ്റമാണ്. ഭൂമിക്കടിയിലേക്ക് വലിയ കിടങ്ങുകൾ സ്ഥാപിച്ച് അവിടെ പട്ടാളക്കാർ നിലയുറപ്പിച്ചിരിക്കുകയാണ്. രണ്ടു വശത്തും അതേ രീതിയിൽ തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് പ്രദേശമുണ്ട്, അത് നൊമാൻസ് ലാൻഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനൊരു യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഈ പ്രദേശം കീഴ്പ്പെടുത്താൻ വേണ്ടി ഫ്രഞ്ച് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പരിശ്രമം. ആദ്യം ആർട്ടിലറികൾ അല്ലെങ്കിൽ പീരങ്കികൾ ഉപയോഗിച്ചിട്ട് ഒരു ഭീതി സൃഷ്ടിക്കും. അതിനുശേഷം കാലാൾപ്പടയെ അങ്ങോട്ട് അയക്കും. കാലാൾപ്പട അവിടെ ചെല്ലുമ്പോൾ ആദ്യത്തെ ആർട്ടിലറി ഉണ്ടാക്കിയ ഭീതിയിൽ നിന്നും ജർമ്മൻ പട്ടാളക്കാർ മുക്തി നേടിയിട്ടുണ്ടായിരിക്കുകയില്ല. അവരവിടെ നിന്നും പലായനം ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഫ്രണ്ട് ലൈൻ കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്നായിരുന്നു അന്ന് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിലവർക്ക് പരാജയം രുചിക്കേണ്ടി വന്നു. ഇത്തവണയും അതേ ആശയം തന്നെയാണ് പയറ്റുന്നത്. എന്നാൽ ഇൻഫൻട്രി ആയിട്ട് പോകുന്നത് ഇന്ത്യക്കാരാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ മീററ്റ് ഡിവിഷനിൽപ്പെട്ട പട്ടാളക്കാരാണ്. ഈ യുദ്ധം അറിയപ്പെടുന്നത് ബാറ്റിൽ ഓഫ് ന്യൂവേ ചാപ്പല്ലെ എന്ന പേരിലാണ്. കാരണം ഈ യുദ്ധം അരങ്ങേറിയത് ന്യൂവേ ചാപ്പല്ലയിലാണ്. മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ളതുപോലെ തന്നെയുള്ള ഒരു ശ്രമമാണ് ഇത്തവണയും നടക്കുന്നത്. ആദ്യം പീരങ്കി ഉണ്ടകൾ കൊണ്ട് വലിയൊരു വർഷം തന്നെ നടത്തും. ആ വർഷത്തിൽ അതിജീവിക്കാൻ സാധിക്കാതെ മുൻനിരയിലെ ട്രെഞ്ചുകളുണ്ടായിരുന്ന ജർമ്മൻ പടയാളികൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടും. അതിൻ്റെ തൊട്ടു പിന്നാലെയായിട്ട് ഇന്ത്യക്കാരായിട്ടുള്ള കാലാൾപ്പടയെ അവിടേക്ക് അയക്കും. കാലാൾപ്പട അവിടെ പോയി വലിയ പ്രയാസമൊന്നുമില്ലാതെ തന്നെ അവർക്ക് ട്രെഞ്ച് സിസ്റ്റത്തിൻ്റെ ആദ്യത്തെ നിര കീഴ്പ്പെടുത്താൻ സാധിച്ചു. പക്ഷേ ഒരു നിര കൊണ്ട് അവസാനിക്കുന്നതല്ല അവിടുത്തെ ട്രെഞ്ച് സിസ്റ്റം. അതിൻ്റെ പിന്നിലേക്ക് വേറെയും ഒരുപാട് കിടങ്ങുകളുണ്ട്. ആദ്യഘട്ടത്തിൽ ഇന്ത്യക്കാർക്ക് വിജയിക്കാൻ സാധിച്ചുവെങ്കിലും അടുത്ത ഘട്ടത്തിൽ ജർമ്മനിക്കായിരുന്നു വിജയം. ജർമ്മനിക്ക് വിജയം ലഭ്യമായി എന്ന് മാത്രമല്ല, മുൻപ് കീഴടക്കിയ ആദ്യത്തെ ട്രെഞ്ച് ലൈന് തിരിച്ചു പിടിക്കാനും ജർമ്മനിക്ക് സാധ്യമായി. 11,000 ബ്രിട്ടീഷ് ഇന്ത്യൻ പടയാളികൾ അന്ന് കൊല്ലപ്പെട്ടു. ഏകദേശം 6 ആഴ്ചകൾ കൂടി കഴിഞ്ഞ് ഏപ്രിൽ മാസം 22 ഇതിൻ്റെ തൊട്ടരികിൽ തന്നെ മറ്റൊരു യുദ്ധം ആരംഭിച്ചു. ബാറ്റിൽ ഓഫ് യൈപ്രിസ് എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. അതിൻ്റെ കാരണം വൈപ്രിസിലാണ് ഈ യുദ്ധം നടക്കുന്നത്. യുദ്ധം ആരംഭിച്ചു എന്നൊക്കെ ഞാൻ പറയുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ അവിടെ 365 ദിവസവും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായിട്ട് ഈ ട്രെഞ്ചുകളിലുള്ള പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെടിവെച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ പ്രസക്തമായിട്ടുള്ള ഒരു സംഭവം നടക്കുമ്പോഴാണ് ഞാനതിനെ ബാറ്റിൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ചരിത്ര രേഖകളിലും അങ്ങനെ തന്നെയാണ് ബാറ്റിൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ബാറ്റിൽ ഓഫ് വൈപ്രിസ് ആരംഭിക്കുകയാണ്. ഇത് എടുത്തു പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അന്ന് പതിവ് പോലെ തന്നെ ട്രെഞ്ചുകളിൽ അല്ലെങ്കിൽ കിടങ്ങുകളിൽ ഫ്രാൻസുകാരുടെയും അതുപോലെ കനേഡിയൻസിൻ്റെയും ഇന്ത്യക്കാരുടെയും ബ്രിട്ടീഷുകാരുടെയും ഒക്കെ പടയാളികൾ യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടത്. ഏതാനും ജർമ്മൻകാർ സാധാരണഗതിയിൽ കൊണ്ടുവരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു യുദ്ധക്കോപ്പ് അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതൊരു മെഷീൻ ഗണ്ണൊന്നുമല്ല.
ഏതെങ്കിലും രീതിയിലുള്ള ആർട്ടിലറിയുമല്ല, മറിച്ച് ഒരു സിലിണ്ടറാണ്. ഒരു വലിയ സിലിണ്ടറുമായിട്ട് 1-2 പട്ടാളക്കാർ വരുന്നു. അതിന് പിന്നാലെ പല ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിൽ വേറെയും സിലിണ്ടറുകൾ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് അവർ കണ്ടു. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സിലിണ്ടറുമായിട്ട് അങ്ങ് ദൂരെ നിന്ന് വരുന്ന പട്ടാളക്കാരുടെ മുഖത്ത് മാസ്കുകളുണ്ട്. പ്രത്യേക തരത്തിലുള്ള ഒരു കവചം. ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും കാനഡയുടെയും ഒക്കെ പട്ടാളക്കാർ ഈ സിലിണ്ടറുമായിട്ട് വരുന്ന പട്ടാളക്കാരെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വേറെ പല ഡിറക്ഷനിൽ നിന്നും മറ്റ് ജർമ്മൻ പട്ടാളക്കാർ ആക്രമിക്കാൻ തുടങ്ങി. ഈ സിലിണ്ടറുമായിട്ട് വരുന്ന പട്ടാളക്കാരുടെ കയ്യിൽ ഗണ്ണില്ല. അതുകൊണ്ട് തന്നെ അവരാക്രമിക്കുന്നില്ല. അവരെ വെടിവെക്കുന്നതിന് പകരം തങ്ങളെ വെടിവെച്ചുകൊണ്ടിരിക്കുന്ന ജർമ്മൻകാരെ വെടിവെക്കുന്നതാണല്ലോ ഉചിതം. അല്ലെങ്കിൽ ഈ സിലിണ്ടറുമായിട്ട് വരുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലാൻ സാധിച്ചേക്കും. പക്ഷേ അപ്പോഴേക്കും ഈ നമ്മളെ മറ്റ് ദിശകളിൽ നിന്ന് വെടിവെക്കുന്ന ജർമ്മൻ പട്ടാളക്കാർ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ടായിരിക്കും. ഇത് സാധാരണഗതിയിൽ യുദ്ധങ്ങൾ നടക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. ഇതിനെയാണ് നമ്മൾ കവർ നൽകുക അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ നൽകുക എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് സിലിണ്ടറുമായിട്ട് വരുന്ന പട്ടാളക്കാരെ വെടിവെച്ച് വീഴ്ത്താൻ ബ്രിട്ടീഷുകാർക്കോ കനേഡിയൻസിനോ ഫ്രാൻസുകാർക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കോ സാധിച്ചില്ല. കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോൾ സിലിണ്ടറുമായി വന്ന പട്ടാളക്കാർ ആ സിലിണ്ടറിൻ്റെ നോബ് തുറന്നു. അതിൻ്റെ ഉള്ളിൽ നിന്നും വെളിയിലേക്ക് വാതകങ്ങൾ പ്രവഹിക്കാൻ തുടങ്ങി. മഞ്ഞ് പോലൊക്കെ തോന്നിക്കും, പക്ഷേ മഞ്ഞിൻ്റെ നിറമല്ല, ഒരു ഇളം പച്ച നിറമാണ് ഈ വാതകത്തിനുള്ളത്. വാതകം കാറ്റിൻ്റെ ഡിറക്ഷൻ അനുസരിച്ച് സഞ്ചരിക്കാൻ തുടങ്ങി. കാറ്റ് സഞ്ചരിക്കുന്നത് ഫ്രാൻസിൻ്റെ അതിർത്തി പ്രദേശത്തേക്കാണ്. ആദ്യം ഈ പുക, ഈ വാതകം സഞ്ചരിച്ചു പോകുന്നത് ഫ്രാൻസുകാരായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രഞ്ചുകാരായിട്ടുള്ള പട്ടാളക്കാരുടെ നേർക്കായിരുന്നു. അവർ ശരിക്കും ഭയന്നുപോയി. എന്താണ് തങ്ങളുടെ അരികിലേക്ക് വരുന്നതെന്ന് അവർക്കറിയില്ല. അവരാദ്യമായിട്ടാണ് അത്തരത്തിലുള്ളൊരു വാതകത്തെ കാണുന്നത്. അവരവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. അവരുടെ ട്രഞ്ചുകളൊക്കെ ഉപേക്ഷിച്ചു പോയി. വേണമെങ്കിൽ ആ ഘട്ടത്തിൽ ജർമ്മൻ പട്ടാളക്കാർക്ക് ആ ട്രഞ്ചുകളൊക്കെ കീഴ്പ്പെടുത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അവർ ആ ട്രഞ്ചുകൾ കീഴ്പ്പെടുത്തുന്നില്ല. മിക്കവാറും അവർക്ക് ആവശ്യത്തിനുള്ള പട്ടാളക്കാർ ഇല്ലാതെ ആയതായിരിക്കണം കാരണം. ഇവർക്ക് തന്നെ ഒരു ധാരണയില്ല ഈ പുക എന്താണ് അവിടെ വരുത്തി വയ്ക്കാൻ പോകുന്നതെന്ന്. അതിനുശേഷം അടുത്തതായിട്ട് ഈ പുക പ്രയോഗിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന കനേഡിയൻ പട്ടാളക്കാർക്ക് നേരെയാണ്. കനേഡിയൻ പട്ടാളക്കാർ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടില്ല. ആ പുകയൊക്കെ വകവയ്ക്കാതെ അവർ വെടിവെച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അധിക നേരം അവർക്ക് വെടിവെക്കാൻ സാധിക്കുമായിരുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ കയ്യിലുണ്ടായിരുന്ന ഗണ്ണുകളൊക്കെ വലിച്ചു ദൂരേക്കെറിഞ്ഞു. ചുമയ്ക്കാൻ തുടങ്ങി, അലറാൻ തുടങ്ങി. അവർ ചുമയ്ക്കുമ്പോൾ വായിൽ നിന്നും നല്ല കട്ട ചോരയാണ് ഒഴുകി ഒലിക്കുന്നത്. ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങുന്നത്. നിലത്ത് കിടന്ന് പിടഞ്ഞ് അതിൽ പലരും മരണമടഞ്ഞു. മറ്റ് പലർ എങ്ങോട്ടൊന്നില്ലാതെ ഓടാൻ തുടങ്ങി. അവർക്ക് സ്വബോധം നഷ്ടപ്പെട്ടതുപോലെയാണ് അനുഭവപ്പെട്ടത്. ഇതെല്ലാം കണ്ടുകൊണ്ട് മറ്റു പട്ടാളക്കാർ എന്ത് ചെയ്യണമെന്നറിയാതെ ഭയന്നു നിൽക്കുകയാണ്. ജർമ്മനിയിൽ വലിയ രീതിയിലുള്ള ആരവങ്ങൾ ഉയർന്നു. വലിയൊരു വിജയമാണ്, ഒരു പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. ആ പട്ടാളക്കാരുടെ ഇടയിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ മേലങ്കി ചാർത്തിക്കൊണ്ട് തലയിൽ മുടിയൊന്നുമില്ലാത്ത ഒരു വ്യക്തി, ഒരു ഓഫീസർ നിൽപ്പുണ്ടായിരുന്നു. അയാൾ ഉറക്കെ അട്ടഹസിച്ചു. അതിപ്രശസ്തനായിട്ടുള്ള ഒരു കുപ്രശസ്തൻ കൂടിയായിട്ടുള്ള ഒരു ഗവേഷകനാണ്. ആ ഗവേഷകൻ്റെ പേര് കേട്ടിട്ടില്ലാത്ത ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയും ഉണ്ടായിരിക്കില്ല. അതാണ് ഫ്രിറ്റ്സ് ഹാബർ. ഫ്രിറ്റ്സ് ഹാബർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്ന് വരും. പക്ഷേ ഹാബർ പ്രോസസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ മിക്ക ശാസ്ത്ര വിദ്യാർത്ഥികൾക്കും ആ ഒരു വ്യക്തിയെ ഓർമ്മ വരും. ഹാബർ പ്രോസസ്സിന് കാരണമായ 1918 നൊബേൽ പുരസ്കാരം സ്വന്തമാക്കിയ സാക്ഷാൽ ഫ്രിറ്റ്സ് ഹാബർ. ഫ്രിറ്റ്സ് ഹാബറിൻ്റെ സൃഷ്ടിയായിരുന്നു ഈ വാതകം. ആ വാതകമാണ് ക്ലോറിൻ എന്ന പോയിസണസ് ആയിട്ടുള്ള വാതകം. ആ വാതകം ശ്വസിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആ കനേഡിയൻ പട്ടാളക്കാർക്ക് എന്തായിരുന്നു സംഭവിച്ചത്? ക്ലോറിൻ നമ്മുടെ ദേഹത്ത് സ്പർശിച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിലോ, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മൂക്കസ് മെംബ്രെയിൻ അടങ്ങിയിട്ടുണ്ട്. ആ മൂക്കസ് മെംബ്രെയിനിൽ ജലാംശം അടങ്ങിയിട്ടുണ്ട്. ആ ജലവും ഈ ക്ലോറിനും പരസ്പരം കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ അത് ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് മാറുന്നതാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡായി മാറിക്കഴിഞ്ഞാൽ
നമ്മുടെ ശരീരം ഉരുകുന്നതാണ് ആസിഡ് കാരണം. നമ്മൾ ആസിഡ് കുടിക്കുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുക? ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ പട്ടാളക്കാർക്കും അനുഭവിക്കേണ്ടി വന്നത്. അത് വളരെ ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകമാണ്. കെമിക്കൽ വെപ്പൺ ഉപയോഗിച്ചിട്ടുള്ള കൊലപാതകങ്ങളെന്ന് പറയുന്നത് വളരെ നീചമാണ്. അത് എന്ത് കാര്യസാധ്യത്തിനാണെങ്കിൽ പോലും ഒരിക്കലും നടപ്പിലാക്കാൻ പാടില്ല. പക്ഷേ ഫ്രിറ്റ്സ് ഹാബർ അത് പരീക്ഷിച്ചു. വലിയ രീതിയിൽ അവർക്ക് വിജയിക്കാനും സാധ്യമായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് കെമിക്കൽ വാർഫെയർ എന്ന പേരിലാണ്. അവിടെ ഉണ്ടായിരുന്ന ഫ്രഞ്ച് പട്ടാളക്കാരും ബ്രിട്ടീഷ് പട്ടാളക്കാരും ഇന്ത്യക്കാരായ പട്ടാളക്കാരും കനേഡിയൻ പട്ടാളക്കാരും ഒക്കെ ധീരന്മാരായിരുന്നു. അവർ ആ കനേഡിയൻ പട്ടാളക്കാരുടെ ദുരവസ്ഥ കണ്ടിട്ടും അവിടെ പിടിച്ചു നിന്നു. അവിടെ അവർ ജർമ്മനിയെ ചെറുത്തു നിന്ന് തോൽപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അവർക്ക് അധികം മണിക്കൂർ അവിടെ ചിലവഴിക്കാൻ സാധിച്ചില്ല. അവരെല്ലാം മരണത്തിന് കീഴടങ്ങി. ജർമ്മനിക്ക് ഇതൊരു വലിയ നേട്ടമാണ് സമ്മാനിച്ചത്. അവർക്ക് പ്രധാനമായിട്ടും 2 ട്രെഞ്ച് സിസ്റ്റംസ് കീഴടക്കാൻ സാധിച്ചു. ഒന്ന് ഹിൽ 60 ആണ്, മറ്റൊന്ന് ഫ്രസൻബർഗ് ട്രെഞ്ച്. ഇത്രയും കീഴ്പ്പെടുത്തിയെന്ന് മാത്രമല്ല, അവർക്ക് ക്ലോറിൻ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള വാതകം വിജയകരമായിട്ട് പരീക്ഷിക്കാൻ സാധിച്ചു. ഈ യുദ്ധവിജയം ജർമ്മനി മതിമറന്ന് ആഘോഷിച്ചു. ആ ആഘോഷങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയത് ഹാബർ ആയിരുന്നു. ഹാബറിൻ്റെ വീട്ടിൽ വലിയ രീതിയിലുള്ള പാർട്ടിയാണ് നടന്നത്. വലിയ ആഘോഷങ്ങൾ നടക്കുന്ന ആ വേളയിൽ ഹാബറിൻ്റെ പേഴ്സണൽ പിസ്റ്റലുമായി ഒരു യുവതി മറ്റൊരു അറയിലേക്ക് പ്രവേശിച്ചു. ആ അറയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. യുവതി സ്വന്തം ശരീരത്തിലേക്ക് തന്നെ ആ പിസ്റ്റൽ പ്രയോഗിച്ചു. അത് മറ്റാരുമല്ല, ഹാബറിൻ്റെ പ്രിയപ്പെട്ട പത്നിയായ ക്ലാരയായിരുന്നു. ക്ലാരയും ഒരു കെമിസ്റ്റാണ്. ക്ലാരയ്ക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു ക്ലോറിൻ ശ്വസിച്ചു കഴിഞ്ഞാൽ എന്താണ് മനുഷ്യന് സംഭവിക്കാൻ പോകുന്നതെന്നത്. അതുകൊണ്ട് തന്നെ ക്ലാര ഒരുപാട് വാശി പിടിച്ചു ഹാബറിനോട്, ഇതൊരിക്കലും ചെയ്തുകൂടാ, നമുക്ക് എത്ര പേരെ വേണമെങ്കിലും കൊല്ലാം, പക്ഷേ അവർ പെട്ടെന്ന് മരിച്ചിരിക്കണം, അവർ ഇപ്രകാരം പെടഞ്ഞ് മരിക്കാൻ പാടില്ല. അത് ഏത് പട്ടാളക്കാരനാണെങ്കിലും എത്ര വലിയ ശത്രുവാണെങ്കിലും ആ മരണത്തിനും ഒരു മാന്യത ഉണ്ടായിരിക്കണം. പക്ഷേ ഹാബർ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. തൻ്റെ ഭർത്താവ് ഇത്തരത്തിൽ ക്രൂരമായിട്ട് ആളുകളെ കൊന്നു തള്ളുന്നത് കണ്ടു നിൽക്കാൻ സാധിക്കാതെയാണ് ക്ലാര മരണമടഞ്ഞത്. ഹാബറിൻ്റെ കാര്യത്തിൽ ഒരു ട്വിസ്റ്റ് കൂടി സംഭവിച്ചു. വലിയ രീതിയിലുള്ള അംഗീകാരങ്ങളൊക്കെ ഹാബറിനെ തേടി വന്നുവെങ്കിലും പിന്നീട് ജർമ്മനി ഹിറ്റ്ലറിൻ്റെ കയ്യിലായി. ഹിറ്റ്ലറിൻ്റെ കയ്യിലായപ്പോൾ ഏറ്റവും കൂടുതൽ ജർമ്മനി വേട്ടയാടിയത് ഇതേ ഹാബറിനെ തന്നെയായിരുന്നു. കാരണം ഹാബർ ഒരു ജൂതനാണ്. അവസാന നാളുകളിൽ അദ്ദേഹത്തിന് ഒളിവിൽ പോകേണ്ടി വന്നു. അത്തരത്തിൽ ജർമ്മനിക്ക് പോലും വേണ്ടാതെ എല്ലാവരാലും വെറുക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഹാബർ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം കഴിച്ചുകൂട്ടി ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. ഹാബറിനെ കുറിച്ച് നമ്മൾ എന്നും ഓർത്തിരിക്കും. പക്ഷെ അത് ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിൻ്റെ പേരിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അത് അതുല്യമാണ്. നമ്മളെല്ലാം ഇവിടെ ജീവിച്ചിരിക്കുന്നതിന് പിന്നിൽ ഹാബറിന് വലിയ രീതിയിലുള്ള പങ്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു കണ്ടെത്തൽ അത് നൈട്രജൻ്റെ കണ്ടെത്തലാണ്. മണ്ണിൽ നൈട്രജൻ സ്വാഭാവികമായിട്ട് ഉണ്ടായി വരും, ഇടിമിന്നലിലൂടെയൊക്കെ ഉണ്ടായി വരും. പക്ഷേ അതിന് ഒരുപാട് സമയമെടുക്കും. എന്നാൽ അതൊരു വളമായിട്ട് നമുക്ക് നേരിട്ട് മണ്ണിലേക്ക് തന്നെ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിലോ, നൈട്രജൻ ഇല്ലെങ്കിൽ ഇവിടെ ഒരു സസ്യങ്ങളും നിലനിൽക്കുകയില്ല. ഒരു സസ്യങ്ങൾക്കും നിലനിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ സസ്യങ്ങളെ ഭക്ഷിക്കുന്ന മറ്റ് ജീവജാലങ്ങൾക്കും ഇവിടെ നിലനിൽക്കാൻ സാധിക്കില്ല. ജനസംഖ്യ വർദ്ധിച്ചതിനെ തുടർന്ന് കൂടുതലായിട്ട് കൃഷി ചെയ്യേണ്ടി വന്നു. അങ്ങനെ കൃഷി ചെയ്തപ്പോൾ ഈ സസ്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്ന നൈട്രജനെ പരമാവധി വലിച്ചെടുത്തു. നൈട്രജൻ്റെ വലിയൊരു കുറവ് സംഭവിച്ചു. അത് ഒഴിവാക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വലിയൊരു കണ്ടെത്തലിന് സാധ്യമായി. ജർമ്മനി വിഷവാതകം ഉപയോഗിക്കുന്നു എന്ന പേരിൽ ബ്രിട്ടനും ഫ്രാൻസിനും ഒന്നും ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല. എങ്ങോട്ട് ഓടി രക്ഷപ്പെടാനാണ്? അവർ പിന്മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഈ രാജ്യങ്ങളൊക്കെ ജർമ്മനി ഭരിക്കുന്നതാണ്. അങ്ങനെ അടിമകളായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഈ വിഷവാതകം ശ്വസിച്ച് മരിക്കുന്നതാണെന്ന് ധീരന്മാരായിട്ടുള്ള ഇന്ത്യക്കാരുൾപ്പെടെയുള്ള പട്ടാളക്കാർ തീരുമാനിച്ചു. അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ അവർ പല രീതിയിലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് ക്ലോറിനെ നിർവീര്യമാക്കാനായിട്ട് ശ്രമിച്ചു. ആദ്യഘട്ടങ്ങളിലൊക്കെ ഇവർ ഉപയോഗിക്കുന്നത് സാധാരണ തുണിയാണ്. വെറുതെ തുണി ഉപയോഗിച്ചിട്ട് മുഖത്ത് കെട്ടിവെക്കാൻ തുടങ്ങി. പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടായില്ല. പിന്നീടാണ് അവർ
യൂറിൻ അല്ലെങ്കിൽ മൂത്രം പുരണ്ട തുണികൾ ഉപയോഗിച്ചിട്ട് മുഖത്ത് കെട്ടിവെക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അത് വളരെ ദുസ്സഹമാണ്. നമ്മുടെ സ്വന്തം മൂത്രമാണെങ്കിൽ പോലും അത് മുഖത്ത് കെട്ടിവെച്ച് യുദ്ധം ചെയ്യുക, മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം കഴിച്ചു കൂട്ടുക എന്ന് പറയുന്നത് ഏറെക്കുറെ നമ്മളെക്കൊണ്ട് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ പട്ടാളക്കാർ ആ ത്യാഗം ഏറ്റെടുത്തു. പിന്നീട് കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞപ്പോൾ കുറെ കൂടി മികച്ച മാസ്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു കാര്യം ഉറപ്പായിരുന്നു, അവർക്ക് ഒരിക്കലും പിന്തിരിഞ്ഞോടാൻ സാധിക്കില്ല. അവർ അവിടെ പൊരുതിക്കൊണ്ട് തന്നെയിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെയും നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നത് ജർമ്മനിക്കാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ കീഴ്പ്പെടുത്താനായിട്ട് മറ്റൊരു സംഘം കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് അല്ലെങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിച്ചു. ഇതുവരെ വന്നിട്ടുള്ള സംഘങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തരാണ് ഈ സംഘം. ഇതിലടങ്ങിയിരിക്കുന്നത് ഓസ്ട്രേലിയക്കാരും ന്യൂസിലാൻഡുകാരുമാണ്. ആ കാലഘട്ടത്തിൽ ഇതൊക്കെ ബ്രിട്ടീഷ് കോളനികളാണ്, ബ്രിട്ടീഷുകാരുടെ അണ്ടറിലുള്ള പ്രദേശങ്ങളാണ്. ആൻസാക്ക് എന്നാണ് ഈ ഒരു സംഘത്തിൻ്റെ പേര്. 1915 ഏപ്രിൽ മാസം 25-ാം തീയതിയാണ് അവർ ലക്ഷ്യവുമായിട്ട് ഈ സ്ഥലത്ത് അല്ലെങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തീരപ്രദേശത്ത് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം ആൻസാക്ക് ഡേ എന്ന പേരിൽ ഇപ്പോഴും ഓസ്ട്രേലിയൻസും അതുപോലെ ന്യൂസിലാൻഡുകാരും ആചരിക്കുന്നു. ഓസ്ട്രേലിയക്കാരുടെയും ന്യൂസിലാൻഡുകാരുടെയും ധീരമായിട്ടുള്ള ചെറുത്തുനിൽപ്പിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ കാലഘട്ടത്തിലും ഏപ്രിൽ 25 അവർ നോക്കിക്കാണുന്നത്. ഏപ്രിൽ 25-ന് അവിടെ എത്തിച്ചേരുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നും ആയിരുന്നില്ല. ഈ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വിമാനത്തിൽ അതിനടുത്തുള്ള പ്രദേശത്ത് എത്തിച്ചേർന്നിട്ട് അവിടെ നിന്നും ഇസ്താൻബുളിലേക്ക് അല്ലെങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. പക്ഷേ അന്ന് ഇതൊന്നും സാധിക്കില്ലല്ലോ. അന്ന് എയർപ്ലെയിനുകൾ അല്ലെങ്കിൽ എയ്റോപ്ലെയിനുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ 1-2 പേർക്ക് മാത്രമാണ് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഏകദേശം 16,000-ഓളം വരുന്ന പട്ടാളക്കാരാണ് ഇസ്താൻബുളിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്നത്. അതിൽ 12,000-ഓളം പേര് ഓസ്ട്രേലിയക്കാരാണ്, 4,000-ഓളം വരുന്ന ന്യൂസിലാൻഡുകാരുമുണ്ട്. ഇവർക്ക് കപ്പലിലൂടെ മാത്രമേ അവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പകൽ സമയത്താണ് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ അവർക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും. മുൻപ് UK-യും ഫ്രാൻസും അത്തരത്തിലുള്ള ഒരു തിരിച്ചടി നേരിട്ടതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് അവർ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. രാത്രിയിൽ ഏകദേശം അർദ്ധരാത്രിയോട് അടുപ്പിച്ചുള്ള സമയത്തായിരിക്കണം ഇവരുടെ കപ്പലുകൾ കടൽ തീരത്തിന് അടുത്തേക്ക് എത്തിച്ചേരേണ്ടത്. അവർ കൃത്യമായിട്ടും ഫ്ലാറ്റായിട്ടുള്ള അതായത് വലിയ മലകളോ പാറകളോ ഒന്നുമില്ലാത്ത ഒരു ബീച്ചാണ് ഡെസ്റ്റിനേഷനായിട്ട് തീരുമാനിക്കുന്നത്. പക്ഷേ അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. അർദ്ധരാത്രിയോട് അടുപ്പിച്ചുള്ള സമയത്ത് എത്തിച്ചേരാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഒരുപാട് മലകളും കുന്നുകളും പാറകളും ഒക്കെ ഉള്ള ഒരു മേഖലകളിലാണ് ഇവർക്ക് ലാൻഡ് ചെയ്യാൻ സാധിച്ചത്. ഏപ്രിൽ മാസം 25-ാം തീയതിയാണ്. സമയം വെളുപ്പിനെ 4:30 4:30 ഇരുട്ട് തന്നെയാണ്. അവിടെ ശത്രുക്കൾക്ക് അവർക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ അവർ എത്തപ്പെട്ടത് പരന്ന നിരപ്പായിട്ടുള്ളൊരു സ്ഥലത്തല്ല, പാറക്കൂട്ടങ്ങളുള്ളൊരു പ്രദേശത്താണ്. അപ്പോൾ ആ പാറക്കൂട്ടങ്ങളുടെ മുകളിലൂടെ വലിഞ്ഞു കയറി വേണം ഇവർക്ക് നിരപ്പായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ. അങ്ങനെ കഷ്ടപ്പെട്ട് നിരപ്പായ സ്ഥലത്ത് എത്തിച്ചേരാറായപ്പോഴേക്കും നേരം വെളുത്തിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒട്ടോമൻ സാമ്രാജ്യത്തിലെ പട്ടാളക്കാർ ഇവരെ കണ്ടു. അതിനുശേഷം അവിടെ ശക്തമായിട്ടുള്ള യുദ്ധം ആരംഭിക്കുകയാണ്. ആ യുദ്ധത്തിൽ 2,000-ഓളം ഓസ്ട്രേലിയക്കാരും 1,000-ഓളം ന്യൂസിലൻഡുകാരും കൊല്ലപ്പെട്ടു. ഏതാണ്ട് അത്രത്തോളം തന്നെ ഓട്ടോമൻ സാമ്രാജ്യത്തിലെ പട്ടാളക്കാരും മരണമടഞ്ഞു. ഈ യുദ്ധം ഒരു തുടക്കം മാത്രമായിരുന്നു. അവിടെ എത്തിച്ചേർന്ന പട്ടാളക്കാർ നിരന്തരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷവും അവരുടെ പിന്നാലെ ഓസ്ട്രേലിയക്കാരായിട്ടുള്ള ന്യൂസിലാൻഡുകാരായിട്ടുള്ള പട്ടാളക്കാർ വേറെയും എത്തിച്ചേർന്നു. അങ്ങനെ ദിവസങ്ങളോളം നീണ്ടുപോയിട്ടുള്ള ഒരു യുദ്ധമാണ് ആൻസാക്കും ഓട്ടോമൻ സാമ്രാജ്യം തമ്മിൽ നടന്നത്. ഏപ്രിൽ 25-ൻ്റെ തലേ ദിവസം ഏപ്രിൽ 24-ാം തീയതി വളരെ ക്രൂരമായിട്ടുള്ള ഒരു സംഭവം ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ അരങ്ങേറി. അതിൻ്റെ കാരണം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു. റഷ്യയും ഓട്ടോമൻ സാമ്രാജ്യവും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ റഷ്യയ്ക്കാണ് വിജയിക്കാൻ സാധിച്ചത്. ഓട്ടോമൻ സാമ്രാജ്യത്തിലെ പട്ടാളക്കാർ പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് കുന്നുകൾ കയറി റഷ്യയുള്ള സ്ഥലത്തേക്ക് എത്തിച്ചേരാനും കീഴ്പ്പെടുത്താനും ഒക്കെ ശ്രമിച്ചു. പക്ഷേ പരാജയപ്പെട്ടു. ഓൾറെഡി ഈ റഷ്യയുമായിട്ട് വലിയ ശത്രുത വർഷങ്ങളായിട്ട് തന്നെ ഓട്ടോമൻ സാമ്രാജ്യത്തിനുണ്ട്. ഇതിൻ്റെയൊക്കെ മൂല കാരണമെന്ന് പറയുന്നത് മതവിശ്വാസമാണ്. ആ കാലഘട്ടത്തിൽ റഷ്യ വലിയ രീതിയിലുള്ള ഒരു ക്രിസ്തുമത വിശ്വാസികളുടെ രാജ്യമാണ്. എന്നാൽ ഓട്ടോമൻ സാമ്രാജ്യം മുസ്ലിംസിൻ്റെ രാജ്യമാണ്.
തീവ്രമായിട്ടുള്ള മുസ്ലിം വിശ്വാസവുമായിട്ട് നടക്കുന്ന ആളുകളുടെ രാജ്യമാണ്. എന്നാൽ അവിടെ മുസ്ലിംസ് മാത്രമല്ല ഉള്ളത്. അവരുടെ രാജ്യ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിൾ തന്നെ ഒരു ചെറിയ വിഭാഗം മൈനോറിറ്റീസ് ആയിട്ടുള്ള ക്രിസ്ത്യൻസുമുണ്ട്. അർമേനിയൻസ് എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. അവരൊരു പ്രത്യേക എത്നിക് ഗ്രൂപ്പാണ്. ഇതേ അർമേനിയൻസ് തന്നെ റഷ്യയിലുമുണ്ട്. റഷ്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഈ മൈനോറിറ്റി ആയിട്ടുള്ള അർമേനിയൻസിനെ സംരക്ഷിക്കുക, അവരടങ്ങിയിരിക്കുന്ന ആ പ്രദേശത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുക, അവിടെ കൂടുതലായിട്ട് റഷ്യക്കാർക്കും ഈ അർമേനിയൻകാർക്കും ഒക്കെ താമസിക്കാൻ സാധ്യമാവുക, ഇതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൻ്റെ പുറത്താണ് വർഷങ്ങളായിട്ട് യുദ്ധം നടക്കുന്നത്. കഴിഞ്ഞ വർഷം, അതായത് 1914 നടന്നിട്ടുള്ള കനത്ത പരാജയത്തെക്കുറിച്ച് ഞാൻ പരാമർശിച്ചു. ഓട്ടോമൻ സാമ്രാജ്യം വലിയ രീതിയിൽ പരാജയപ്പെട്ടു പോയി. ആ പരാജയത്തിൻ്റെ കാരണം പൂർണ്ണമായിട്ടും ഈ അർമേനിയൻസിൻ്റെ തലയിലേക്ക് അവർ ചാർത്തി കൊടുക്കുകയാണ്. അതിൻ്റെ പിന്നിലുള്ള കാരണം അതൊന്നുമല്ലെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായിട്ട് വിശദീകരിച്ചതാണ്. എങ്കിൽ പോലും ഈ അർമേനിയൻസിൻ്റെ തലയിൽ ആ പാപം അവർ വെച്ചു കൊടുത്തു. അവർ കാരണമാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. അതുകൊണ്ട് ഈ ഒരു രാജ്യത്ത് അർമേനിയൻകാരുണ്ടാവാൻ പാടില്ല, ക്രിസ്ത്യാനിറ്റിയെ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ തുടക്കം എന്ന രീതിയിൽ ഏപ്രിൽ മാസം 24-ാം തീയതി 200ഓളം അർമേനിയൻ ലീഡേഴ്സിനെ ഓട്ടോമൻ ചക്രവർത്തി അറസ്റ്റ് ചെയ്തു. അതൊരു തുടക്കം മാത്രമായിരുന്നു. അതിനുശേഷം ആ പ്രദേശത്തുണ്ടായിരുന്ന സകല അർമേനിയൻസിനെയും സകല ക്രിസ്ത്യൻസിനെയും അവർ നാട് കടത്താനായിട്ട് തീരുമാനിച്ചു. എവിടേക്കാണ് ഈ നാട് കടത്തുന്നത്? നാട് കടത്തുന്നത് സിറിയൻ മരുഭൂമിയിലേക്കാണ്. സിറിയൻ മരുഭൂമിയിലേക്ക് നാട് കടത്തുക എന്ന് പറഞ്ഞാൽ അവരെ കൊല്ലുന്നതിന് തുല്യമാണ്. നല്ല ദൂരമുണ്ട്, കൂടാതെ മരുഭൂപ്രദേശമാണ്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള ജലമോ ഭക്ഷണമോ ഒന്നും കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള യാത്രയിൽ ഒരുപാട് പേർ കുഴഞ്ഞു വീണ് മരിക്കുകയുണ്ടായി. കുറേ പേരൊന്നും മരിച്ചതല്ല, അവരെ കൊന്നതാണ്. അവർ കുഴഞ്ഞു വീണപ്പോൾ അവരെ ക്രൂരമായിട്ട് മർദ്ദിക്കാൻ തുടങ്ങി, ബയനറ്റിട്ട് കുത്താൻ തുടങ്ങി. അങ്ങനെ ക്രൂരമായിട്ട് അവരെ കൊന്നു. ആ കൂട്ടത്തിൽ ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. ലൈംഗികമായിട്ടുള്ള ആകർഷണം തോന്നിയിട്ടുള്ള അത്തരത്തിലെ കുട്ടികളെയും സ്ത്രീകളെയും അവരുടെ വേണ്ടപ്പെട്ട ആളുകളുടെ മുൻപിൽ വെച്ച് തന്നെ ക്രൂരമായിട്ട് അനവധി പട്ടാളക്കാർ കൂട്ടമായി ബലാത്സംഗത്തിന് വിധേയമാക്കി. അതിക്രൂരമായിട്ടുള്ള കാഴ്ചകളാണ് അന്ന് അവിടെ അരങ്ങേറിയത്. വേണ്ടപ്പെട്ട ആളുകൾക്ക് സ്വന്തം മകളെ, ഭാര്യയെ, അമ്മയെ സംരക്ഷിക്കാൻ സാധിക്കാതെ നോക്കി നിൽക്കേണ്ടി വന്നു. സ്ത്രീകൾ മാത്രമല്ല, കൊച്ചു കുട്ടികൾ പോലും ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാവേണ്ടി വന്നു. കുറേയധികം സ്ത്രീകളെ അവർ തട്ടിക്കൊണ്ടുപോയി അടിമകളാക്കി. പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. അവരുടെ പിൻഗാമികൾ ഇപ്പോഴും ഇതൊന്നും അറിയാതെ, ഈ ചരിത്രമൊന്നും അറിയാതെ ആ മേഖലയിൽ തന്നെ കഴിച്ചു കൂട്ടുന്നുണ്ടായിരിക്കാം. അവരുടെ പൂർവികർ അല്ലെങ്കിൽ അവരുടെ അമ്മുമ്മയുടെയൊക്കെ അമ്മ ഏത് രീതിയിലുള്ള പീഡനത്തിലൂടെയാണ് കടന്നുപോയെന്നുള്ള ധാരണ പോലും അവർക്കുണ്ടായിരിക്കില്ല. കാരണം അങ്ങനെയുള്ള ആളുകൾ അഡ്രസ്സ് ഇല്ലാതെയായി മാറി, ആ അടിമകൾ അഡ്രസ്സ് ഇല്ലാതെയായി മാറി. പക്ഷേ തീർച്ചയായിട്ടും അവർക്ക് കുട്ടികളുണ്ടായിരിക്കും. ആ കുട്ടികളായിരിക്കും ഇന്ന് കാണുന്ന തുർക്കിയിലും അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള പ്രദേശങ്ങളിൽ കഴിയുന്ന പല ആളുകളും. ക്രൂരമായിട്ടുള്ള ആ പീഡനങ്ങളെയൊക്കെ അതിജീവിച്ച് ഭക്ഷണവും ജലവും ഒന്നും ഇല്ലാതെ സിറിയൻ മരുഭൂമിയിൽ എത്തിച്ചേർന്ന കുറച്ച് ആളുകളുണ്ട്. അവരെ അവിടുന്ന് കൊണ്ടുപോകുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്ക് തുല്യമായിട്ടുള്ള ഡിയർ എസ് സോർ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്യാമ്പുകളിലേക്കാണ്. അവിടെ അവർക്ക് കാര്യമായിട്ടുള്ള ഭക്ഷണമോ ജലമോ ഒന്നും ലഭിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മേഖലകളിൽ നിന്നും ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് മനുഷ്യരുടെ അസ്ഥിപഞ്ജരങ്ങളാണ് നമുക്ക് ലഭ്യമായത്. വെസ്റ്റേൺ ഹിസ്റ്റോറിയൻസ് പറയുന്നത് അർമേനിയൻ ജീനോസൈഡിലൂടെ അല്ലെങ്കിൽ അർമേനിയൻ വംശഹത്യയിലൂടെ മരണമടഞ്ഞത് 8 ലക്ഷം മുതൽ 15 ലക്ഷം പേര് വരുന്ന അർമേനിയൻസ് ആണെന്നാണ്. 1915 ആരംഭിച്ച് 1923 അർമേനിയൻ ജീനോസൈഡ് അവസാനിക്കുന്നത്. ഈ കൂട്ടക്കൊല ഇന്നറിയപ്പെടുന്നത് ക്രൈം എഗനിസ്റ്റ് ഹ്യൂമാനിറ്റി ആൻഡ് സിവിലൈസേഷൻ എന്ന പേരിലാണ്. മനുഷ്യരാശിക്കെതിരെയുള്ള, നാഗരികതയ്ക്ക് എതിരെയുള്ള ക്രൂരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം. പക്ഷേ അന്ന് ഓട്ടോമൻ സാമ്രാജ്യം ഈ കാര്യമൊന്നും സമ്മതിച്ചു തന്നിരുന്നില്ല. പിന്നീട് വന്ന തുർക്കി എന്ന രാജ്യവും ഇത് സമ്മതിച്ചില്ല. പക്ഷേ പിന്നീട് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അസ്ഥിപഞ്ജരങ്ങൾ കണ്ടെടുത്തപ്പോൾ മാത്രം തുർക്കി ഒരു കാര്യം സമ്മതിച്ചു. അവിടെ വംശഹത്യയൊന്നും നടന്നിട്ടില്ല, പക്ഷേ അവിടെ ഒരു ആഭ്യന്തര ലഹള നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മുസ്ലിംസ് മരിച്ചു, കുറച്ചധികം അർമേനിയൻസും കൊല്ലപ്പെട്ടു.
അങ്ങനെയാണെങ്കിൽ ആ കൊല്ലപ്പെട്ടിട്ടുള്ള മുസ്ലിംസിൻ്റെ അസ്ഥിപഞ്ജരം എന്തേ? ഏതൊക്കെ മുസ്ലിംസാണ് അതിൽ കൊല്ലപ്പെട്ടത്? അത്തരത്തിലുള്ള ഒരു കണക്കുമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ലക്ഷക്കണക്കിന് അർമേനിയൻസ് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ആരൊക്കെ എതിർത്താലും അത് ഒരു യാഥാർത്ഥ്യമായിട്ട് തന്നെ നിലനിൽക്കും. ഇപ്പോഴുള്ള ലോകരാജ്യങ്ങൾ പറയുന്നത് അർമേനിയൻ കൂട്ടക്കൊലയെ തുടർന്ന് ഏകദേശം 15 ലക്ഷത്തോളം വരുന്ന അർമേനിയൻസ് കൊല്ലപ്പെട്ടു എന്നാണ്. എന്നാൽ തുർക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ചില രാജ്യങ്ങളും പറയുന്നത് പരമാവധി 2 ലക്ഷം അർമേനിയൻസ് മാത്രമാണ് അന്ന് മരിച്ചതെന്നാണ്. ഇനി നമുക്ക് ആൻസാക്കിൻ്റെ ആ യുദ്ധത്തിലേക്ക് തന്നെ കടന്നു പോകാം. ആൻസാക്ക് ഏപ്രിൽ മാസം 25-ാം തീയതി 1915 ആരംഭിച്ച യുദ്ധമാണ്. ഇസ്താൻബുളിൽ അല്ലെങ്കിൽ ഇസ്താൻബുളിൻ്റെ പരിസര പ്രദേശത്ത് ഇസ്താൻബുൾ കീഴടക്കുക അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ അതിലവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. 1916 ജനുവരി മാസം 19-ാം തീയതി വരെ യുദ്ധം നീണ്ടു നിന്നു. എന്നാൽ ആ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് തുർക്കിയുടെ അല്ലെങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. 86,000-ഓളം വരുന്ന പട്ടാളക്കാരെ അവർക്ക് നഷ്ടപ്പെട്ടു. 1,60,000-ഓളം വരുന്ന പട്ടാളക്കാർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകളേറ്റു. അതുപോലെ ആൻസാക്കിൻ്റെ ഭാഗത്തു നിന്നും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് നഷ്ടമായത് 56,000-ഓളം വരുന്ന പട്ടാളക്കാരെയാണ്. 1,21,000-ഓളം വരുന്ന പട്ടാളക്കാർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിൾ അവരെ കൊണ്ട് കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല. ഈസ്റ്റേൺ വാർ ഫ്രണ്ടിൽ ജർമ്മനി ഓസ്ട്രോ ഹംഗേറിയനെ കാര്യമായിട്ട് തന്നെ സഹായിക്കാൻ തീരുമാനിച്ചു. ഓസ്ട്രോ ഹംഗേറിയൻ ഇപ്പോൾ കനത്ത ഒരു പരാജയം നേരിട്ടിരിക്കുകയാണ്. അവരുടെ ഷെമിഷ്യൂൾ എന്ന് പറയുന്ന വലിയ ഫോർട്ട് സിറ്റി അത് റഷ്യ കീഴടക്കി വെച്ചിരിക്കുകയാണ്. അത് അവരുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ഓസ്ട്രോ ഹംഗേറിയന് ഒരു മേൽക്കോയ്മ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ജർമ്മനിയും ഓസ്ട്രോ ഹംഗേറിയനും ഒരുമിച്ച് ഒറ്റ ശക്തിയായിട്ട് ഈ ഷെമിഷ്യൂൾ കീഴടക്കാനായിട്ട് ശ്രമിച്ചു. അവർക്ക് അധികം വേർപൊടുക്കാതെ തന്നെ റഷ്യയെ അവിടെ നിന്നും തുരത്താൻ സാധിച്ചു. കാരണം ജർമ്മനിയുടെ ശക്തിയാണ്. ജർമ്മനി അത്രയും പവർഫുള്ളാണ്. നേർക്കുനേർ മുട്ടുകയാണെങ്കിൽ ഒരു രാജ്യത്തിനും ഈ ഘട്ടത്തിൽ ജർമ്മനിയെ തോൽപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഷെമിഷ്യൂൾ എന്ന ഫോർട്ട് സിറ്റി ഓസ്ട്രോ ഹംഗേറിയൻ്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം റഷ്യയ്ക്ക് ഒരുപാട് വിയർപ്പൊഴുക്കിയാൽ മാത്രമേ ഓസ്ട്രോ ഹംഗേറിയയിൽ എന്തെങ്കിലും നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സമയം തന്നെ ജർമ്മനി കുറച്ചുകൂടെ ക്രൂരമായിട്ടുള്ള മറ്റൊരു പ്രവൃത്തി ചെയ്തു. അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ നിന്നും ബ്രിട്ടനിലെ ലിവർപൂളിലേക്ക് യാത്ര പുറപ്പെട്ട ഒരു പാസഞ്ചർ കപ്പൽ, ലുസിറ്റാനി എന്നാണ് അതിൻ്റെ പേര്, അത് ലിവർപൂളിൻ്റെ വളരെ അരികിലെത്തിയപ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. ആർക്കും ഒരു രീതിയിലുള്ള മിസൈലും കാണാൻ സാധിച്ചിരുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ജർമ്മനി യു ബോട്ട് ഉപയോഗിച്ചിട്ട് അവരുടെ ടോർപിഡോ പ്രയോഗിച്ചിരിക്കുന്നു എന്നാണ്. ആ ടോർപിഡോ കാരണമാണ് ആ കപ്പൽ പൊട്ടിത്തെറിച്ചത്. പക്ഷേ അത് ഒരു പട്ടാളക്കാരുടെ കപ്പലായിരുന്നില്ല. അതിലുണ്ടായിരുന്നതൊക്കെ സാധാരണക്കാരായിട്ടുള്ള പാസഞ്ചേഴ്സ് ആയിരുന്നു. നേരത്തെ തന്നെ ജർമ്മനി ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഏത് കപ്പലും ആയിക്കോട്ടെ, അത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോ അല്ലെങ്കിൽ വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി വന്ന ആളുകളോ ഒക്കെ ആയിക്കോട്ടെ, ഒരു വാണിങ്ങും തരാതെ അത് ടോർപിഡോയ്ക്ക് വിധേയമാക്കുമെന്ന് പറഞ്ഞിരുന്നു. അവർ ഇപ്പോൾ അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. പക്ഷേ ഇവിടെ മറ്റൊരു രാജ്യം കൂടെ പങ്കെടുത്തിട്ടുണ്ട്. കാരണം ഈ കപ്പൽ പുറപ്പെട്ടു വന്നിരിക്കുന്നത് അത് US നിന്നാണ്, അമേരിക്കയിൽ നിന്നാണ്. 1198 മനുഷ്യരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അതിൽ 128 പേരും അമേരിക്കക്കാരാണ്. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ആണ്. വുഡ്രോ വിൽസൺ ഉടൻ തന്നെ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. അമേരിക്കൻ ജനങ്ങൾക്കും അതുതന്നെയായിരുന്നു ആവശ്യം. കാരണം തങ്ങളിൽപ്പെട്ട 128 പേർ മരണമടഞ്ഞിരിക്കുന്നു. അതിന് കനത്ത വില ജർമ്മനി നൽകേണ്ടി വരും. ഒരു യുദ്ധം ഉടൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ വുഡ്രോ വിൽസൺ യുദ്ധത്തിന് തയ്യാറൊന്നുമായില്ല. അദ്ദേഹം ഒരു വാർണിംഗ് കൊടുത്തു ജർമ്മനിക്ക്, ഇനി മേലാൽ ഞങ്ങളുടെ ഒരു കപ്പലും ആക്രമിച്ചുകൂടാ, ഒരു അമേരിക്കനും വധിക്കപ്പെടാൻ പാടില്ല. ജർമ്മനി അതിന് പറയുന്നത്, അവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മരിച്ചു, അത് സത്യമാണ്, ഞങ്ങൾക്കറിയാം. പക്ഷേ ആ കപ്പലിൻ്റെ ഉള്ളിൽ ആയുധമുണ്ടായിരുന്നു. ആയുധങ്ങൾ രഹസ്യമായിട്ട് ബ്രിട്ടനിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം അവിടെ നടന്നിരുന്നു. അതിൻ്റെ ചില തെളിവുകളൊക്കെ ജർമ്മനി പിന്നീട് ചൂണ്ടിക്കാണിച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും അത് അമേരിക്കയും UK ഒക്കെ നിഷേധിച്ചിട്ടുണ്ട്. അത് സത്യമാകാനുള്ളൊരു സാധ്യതയുണ്ട്, പക്ഷേ അത് തെറ്റാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് പറയാൻ സാധിക്കുകയില്ല. ആയുധം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ആയുധം കൊണ്ടുവന്നിട്ടുള്ള കപ്പലിനെ വകവരുത്തുക എന്ന് പറയുന്നത്
ജർമ്മനിയുടെ ആ യുദ്ധത്തിലുള്ള അധികാരമാണ്. എന്നാൽ ആയുധമില്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ബലിയാടാക്കിയെങ്കിൽ അത് ക്രൂരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. പശ്ചിമ വാർ ഫ്രണ്ട് അല്ലെങ്കിൽ വെസ്റ്റേൺ വാർ ഫ്രണ്ടിൽ ഫ്രാൻസ് മറ്റൊരു യുദ്ധത്തിന് പദ്ധതി ആവിഷ്കരിച്ചു. വിമി റിഡ്ജ് എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. അത് അല്പം ഉയർന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശം നിലവിൽ ജർമ്മനിയുടെ കയ്യിലാണ്. ആ പ്രദേശം കീഴ്പ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ദൂരെയുള്ള പ്രദേശങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഒബ്സർവ് ചെയ്യാനും ആക്രമിക്കാനും സാധിക്കുന്നതാണ്. എപ്പോഴും ഉയർന്ന സ്ഥലത്ത് നിന്ന് യുദ്ധം ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഉള്ളത്. നിലവിൽ ജർമ്മനി അത് ആസ്വദിക്കുന്നുണ്ട്. ആ പ്രദേശം കീഴ്പ്പെടുത്തണം. അതിനുശേഷം തൊട്ടരികിൽ തന്നെയുള്ള ലെൻസും കീഴ്പ്പെടുത്തണം. ലെൻസിൽ ധാരാളമായിട്ട് കൽക്കരിപ്പാടങ്ങളുണ്ട്. ഈ ഘട്ടത്തിൽ കൽക്കരിപ്പാടങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിസോഴ്സുകൾ ആരുടെ പക്കലാണോ ഉള്ളത് അവർക്ക് വലിയ രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ നേട്ടങ്ങളൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടാണ് മെയ് മാസം 9-ാം തീയതി ബാറ്റിൽ ഓഫ് ആൾട്ടോയ്സ് എന്ന് പറയുന്ന യുദ്ധത്തിന് ഫ്രാൻസ് തുടക്കം കുറിക്കുന്നത്. ആ യുദ്ധം അവസാനിക്കുന്നത് ജൂൺ മാസം 18-ാം തീയതി ആയിരുന്നു. അപ്പോഴേക്കും 1,00,000-ഓളം വരുന്ന ഫ്രഞ്ച് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. ജർമ്മനിയുടെ ഭാഗത്തു നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 70,000 പേർക്ക് മാത്രമേ അവിടെ ജീവൻ നഷ്ടമായുള്ളൂ. മാത്രമല്ല, വിമി റിഡ്ജ് എന്ന് പറയുന്ന ആ ഉയർന്ന ഹൈലാൻഡ് അത് ജർമ്മനിയുടെ കയ്യിൽ തന്നെ ഇരുന്നു. ഫ്രാൻസിന് അത് കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല. പിന്നീടാണ് ജർമ്മനി ലോകത്തിൻ്റെ മുൻപിൽ മറ്റൊരു അത്ഭുതം കൂടി കാഴ്ചവെച്ചത്. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഞങ്ങളെ കവച്ചു വയ്ക്കാൻ കെൽപ്പുള്ള ഒരൊറ്റ രാജ്യം പോലും ഈ ഭൂഗോളത്തിലില്ല. അവരുടെ പുതിയ വജ്രായുധം, പുതിയ അത്ഭുതം, അത് ഫോക്കർ ഐൻ ഡക്കർ എന്ന ഒരു എയർക്രാഫ്റ്റ് ആണ്. ഇതൊരു സിങ്ക്രണസ് മെഷീൻ ഗൺ ഘടിപ്പിച്ചിട്ടുള്ള എയർക്രാഫ്റ്റ് ആണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാകുന്നത്. നിമിഷ നേരങ്ങൾ കൊണ്ട് അനേകം വെടിയുണ്ടകൾ ഉതിർക്കാൻ സാധിക്കുന്ന അതിനുള്ള ശേഷിയുള്ള എയർക്രാഫ്റ്റ്. വേഗതയുടെ കാര്യത്തിലും മറ്റുള്ള വിമാനങ്ങളിൽ നിന്നും പെട്ടെന്ന് വ്യതിചലിച്ചു പോകുന്ന ശേഷിയുടെ കാര്യത്തിലും ഈ എയർക്രാഫ്റ്റ് ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും എയർക്രാഫ്റ്റിനേക്കാൾ വളരെയധികം മുൻപന്തിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ നടന്ന യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. അവരുടെ എയർക്രാഫ്റ്റുകളൊക്കെ വെറും പേരിന് മാത്രമായി. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയായി. നിരവധി പട്ടാളക്കാർ മരണമടഞ്ഞ ഒരു സാഹചര്യമാണ് ഇതിനെ തുടർന്ന് ഉരുത്തിരിയുന്നത്. ഈ മരണങ്ങളും ഈ യുദ്ധവുമൊക്കെ അറിയപ്പെടുന്നത് ഫോക്കർ സ്കോർച്ച് എന്ന പേരിലാണ്. ഫോക്കറിൻ്റെ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഫോക്കറിൻ്റെ ശിക്ഷ. ആ ശിക്ഷ 2 കൈയും നീട്ടി ഏറ്റുവാങ്ങുകയല്ലാതെ ബ്രിട്ടീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും വേറെ നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ വലിയ രീതിയിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന ജർമ്മനിക്ക് പെട്ടെന്ന് ഒരു ചതിയുണ്ടായി. ജർമ്മനിക്കെന്ന് പറഞ്ഞാൽ ജർമ്മനിയുടെ സഖ്യത്തിന് ഒരു വലിയ ചതി അനുഭവിക്കേണ്ടി വന്നു. ചതി വന്നത് ഇറ്റലിയുടെ ഭാഗത്തു നിന്നാണ്. ഇറ്റലി ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രോ ഹംഗേറിയൻ്റെയും അതുപോലെ ജർമ്മനിയുടെയും ഒപ്പം നിന്ന് യുദ്ധം ചെയ്യേണ്ട അവരുടെ അലയൻസിൽ പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ്. പക്ഷേ അവരുടെ കരാർ അനുസരിച്ച് ഓസ്ട്രോ ഹംഗേറിയൻ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ആക്രമിച്ച് പോവുകയാണെങ്കിൽ അവിടെ സഹായത്തിന് ഇറ്റലി എത്തേണ്ട ആവശ്യമില്ല. എന്നാൽ ഓസ്ട്രോ ഹംഗേറിയനെയാണ് ആദ്യം ആക്രമിക്കുന്നതെങ്കിൽ ഇറ്റലി ഇടപെടും. പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നത് അങ്ങനെയല്ല. സെർബിയയെ ആദ്യം ആക്രമിക്കുന്നത് ഓസ്ട്രോ ഹംഗേറിയൻ ആയിരുന്നു. അതുകൊണ്ട് ഇറ്റലി യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ജർമ്മനിയുടെയും ഓസ്ട്രോ ഹംഗേറിയൻ്റെയും അടുത്ത സുഹൃത്താണ് അവരുടെ അയൽരാജ്യം കൂടിയായിട്ടുള്ള ഇറ്റലി. പക്ഷേ ഇറ്റലി യുദ്ധത്തിലേക്ക് വരുന്നു. എന്നാൽ അത് ജർമ്മനിയെയോ അല്ലെങ്കിൽ ഓസ്ട്രോ ഹംഗേറിയനെയോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ഒപ്പം ചേർന്ന് നിന്ന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് പെട്ടെന്ന് ഇറ്റലിക്ക് ഇത്തരത്തിൽ ഒരു ചതി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്? എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം? 2 കാരണങ്ങൾ പറയുന്നുണ്ട്. ഇറ്റലി പറയുന്ന കാരണം നമുക്കൊന്ന് പരിശോധിക്കാം. ഇറ്റലിയുടെ വേർഷൻ അനുസരിച്ച് ഇറ്റലി ചെയ്തത് ഒരു ചതിയൊന്നുമല്ല. ഇറ്റലിയും ഓസ്ട്രോ ഹംഗേറിയനും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പിന്നെന്തിനാണ് ഇവർ മുൻകാലങ്ങളിൽ ഓസ്ട്രോ ഹംഗേറിയനെ സഹായിച്ചു കൊള്ളാം എന്ന് പറഞ്ഞൊരു കരാർ തന്നെ ഉണ്ടാക്കിയെടുത്തത്? അതൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ തുടരുകയാണ്. ഇറ്റലിയുടെ വേർഷൻ അനുസരിച്ച് ഇറ്റാലിയൻ ഭാഷ സംസാരിക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം ഈ ഓസ്ട്രോ ഹംഗേറിയൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതൊരു ചെറിയ ഒരു പട്ടണമാണ്. ആ പട്ടണം ഇറ്റാലിയ ഇറൻഡേറ്റ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
ആ ഇറ്റാലിയ ഇറൻഡേറ്റ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും കൂടെ നിന്നതെന്നാണ് ഇറ്റാലിയൻ ആളുകളുടെ പക്ഷം. ഇറ്റാലിയൻ ആളുകളും ഇതേ കാര്യം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആ യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അവരുടെ ആവശ്യം ഓസ്ട്രോ ഹംഗേറിയനെ കീഴ്പ്പെടുത്തി അവിടെയുള്ള ഈ ഇറ്റലിക്കാരെ ഇവരുടെ ഭാഗമാക്കി മാറ്റുക, ഇറ്റലി എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം, അവരുടെ സങ്കല്പത്തിലുള്ള ഒരു വലിയ രാജ്യം യാഥാർത്ഥ്യമാക്കി എടുക്കുക എന്നതൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഓസ്ട്രോ ഹംഗേറിയനോട് ചോദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ യുദ്ധത്തിൽ സപ്പോർട്ട് ചെയ്താൽ ഈ പറയപ്പെടുന്ന ആ ചെറിയ പട്ടണം വിട്ടുകൊടുത്തേനെ. കാരണം യുദ്ധത്തിൽ വിജയിച്ചു കഴിയുമ്പോൾ ആ വിജയിച്ച് കിട്ടുന്ന രാജ്യങ്ങളൊക്കെ പല രാജ്യങ്ങളും പകുത്തെടുക്കുന്നതാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ പറയപ്പെടുന്ന ആ ചെറിയൊരു പട്ടണം അത് ഇറ്റലിക്ക് കൊടുക്കാൻ ഓസ്ട്രോ ഹംഗേറിയന് വലിയ പ്രശ്നമൊന്നുമില്ല. അതിന് പകരം ഇവരെല്ലാവരോടും ഒരുമിച്ച് സ്വന്തമാക്കിയിട്ടുള്ള മറ്റ് പല രാജ്യങ്ങളും ഓസ്ട്രോ ഹംഗേറിയൻ സ്വന്തമാക്കിയാൽ മതിയല്ലോ. പക്ഷേ ഇറ്റലിക്ക് ഒരു വലിയ ഓഫർ കൊടുത്തിരുന്നു ബ്രിട്ടനും ഫ്രാൻസും. ആ ഓഫർ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭൂപ്രദേശമാണ്. കുറേയധികം വലിയ വലിയ പട്ടണങ്ങൾ ഇറ്റലിക്ക് സമ്മാനിക്കാമെന്ന് ഉറപ്പ് കൊടുത്തു. യുദ്ധത്തിൽ തങ്ങളുടെ കൂടെ നിന്നാൽ മാത്രം മതി. ശരിക്കും അതല്ലേ ഒരു കാരണം? അല്ലാതെ ഇറ്റലി പറയുന്നത് പോലുള്ള ആ ചെറിയ പട്ടണത്തിന് വേണ്ടിയാണോ അവർ ഈ യുദ്ധത്തിലേക്ക് വരുന്നത്? അങ്ങനെയാണെങ്കിൽ മുമ്പ് തന്നെ അവർക്കത് ഓസ്ട്രോ ഹംഗേറിയനോട് ചോദിച്ച് മേടിക്കാവുന്നതല്ലേ? അല്ലെങ്കിൽ യുദ്ധത്തിൽ ഏർപ്പെട്ട് ആ പ്രദേശം കീഴ്പ്പെടുത്താവുന്നതല്ലേ? ഇത് ശരിക്കും ആ ഓഫർ സ്വന്തമാക്കാൻ വേണ്ടി തന്നെ ഇറ്റലി കരുതിക്കൂട്ടി ചെയ്ത ഒരു വലിയ ചതിയാണ്, ഒരു വലിയ പണിയാണ്. ഇറ്റലി യുദ്ധത്തിലേക്ക് വരികയാണ്. ഇറ്റലി യുദ്ധത്തിലേക്ക് വരുമ്പോൾ ഓസ്ട്രോ ഹംഗേറിയന് നിക്കക്കള്ളിയില്ല. ഒന്നാമത് അവർക്ക് റഷ്യയുമായിട്ടോ അല്ലെങ്കിൽ തെക്ക് ഭാഗത്തുള്ള സെർബിയയുമായിട്ട് പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ജർമ്മനിയുടെ ഒപ്പം ചേർന്ന് നിന്ന് ചില യുദ്ധങ്ങൾ അവർക്ക് വിജയിക്കാൻ സാധിച്ചു എന്നത് വാസ്തവമാണ്. എന്നാൽ അതിൻ്റെ കൂടെ ഇപ്പോൾ അവരുടെ പശ്ചിമ ഭാഗവും യുദ്ധത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് മാറുന്നു. അവിടെയാണ് ഇറ്റലി ഉള്ളത്. ഇറ്റലി അവിടെ നിന്നും ഓസ്ട്രോ ഹംഗേറിയനെ ആക്രമിക്കും. ഇത്രയും നേരം യുദ്ധം പോയത് ശരിക്കും ഒരു വൺ സൈഡഡ് ആയിട്ടാണ്. ജർമ്മനിയുടെ ആധിപത്യമായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് തുല്യശക്തരാണെന്ന് പറയേണ്ടി വരും. കാരണം ഇറ്റലി കൂടി ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും കൂടെ ഇപ്പോൾ ഒരു പങ്കാളിയായിട്ട് മാറിയിരിക്കുന്നു. ഇനിയാണ് ശരിക്കുമുള്ള തുല്യശക്തരുടെ യുദ്ധം. യുദ്ധത്തിലേക്ക് ഇനി അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പ്രവേശിക്കാൻ പോകുന്നേ ഉള്ളൂ. യുദ്ധം അതതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഓരോ നിമിഷവും ഓരോ മണിക്കൂറുകളും അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നരകമാണ്. ആ നരകത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കാൻ പോവുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് വേണ്ടി കാത്തിരിക്കുക. ഈ എപ്പിസോഡുകൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്ന ആ മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സിൻ്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഞാൻ തരുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു മെസ്സേജ് മാത്രം അയച്ചാൽ മതി, WW1. ഇവിടെ കമൻ്റായിട്ട് ഇട്ടതുകൊണ്ട് കാര്യമില്ല. എനിക്ക് നിങ്ങളുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ സോഷ്യൽ മീഡിയ പേജ് തന്നെ വേണം. ജസ്റ്റ് മെസ്സേജ് മീ, WW1. താങ്ക് യു.